നമസ്തേ നമസ്തേ ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ശരിക്കും കേൾക്കാമെന്ന് വിചാരിക്കണം. ഓൾ ഓഫ് യു ക്യാൻ ഹിയർ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മളെ 15-ാമത്തെ അധ്യായം ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററായിട്ടാണ് ഭഗവത്ഗീതയിൽ കണക്കാക്കുന്നത്. അത് ഭഗവത്ഗീതയുടെ തന്നെ ഒരു സമ്മറി ആയിട്ട് വേണമെങ്കിൽ കരുതാം. ശരിക്കും 15-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീത 15 അധ്യായത്തിലായിരുന്നു എന്നാണ് ആദ്യം പറയപ്പെടുന്നത്. പിന്നീട് 3 അധ്യായങ്ങളെ അപ്പൻഡിക്സ് മാതിരി ആഡ് ചെയ്തതാണെന്നാണ് ഒരു കുറച്ച് സെറ്റ് ഓഫ് റിസർച്ചേഴ്സ് അവർ പറയുന്നത്. അപ്പോൾ ഈവൻ ചിന്മയാനന്ദ സ്വാമിജിയും അങ്ങനെ അതിനെ പറ്റിയിട്ട് ചിന്മയാ മിഷൻ്റെ രേഖകളിലും അത് കാണുന്നുണ്ട്. 16, 17, 18 പിന്നീട് ആഡ് ചെയ്തതാണെന്ന്. അപ്പോൾ 15-ാം അധ്യായം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു രണ്ടാമത്തെ അധ്യായം ഏതുപോലെയാണോ ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ടു ദ ഹോൾ ഓഫ് ഭഗവത്ഗീത, അതുമാതിരി 15-ാം അധ്യായം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമുക്ക് നോളജ് ബേസ്ഡ് സമ്മറി ഓഫ് ദ ഹോൾ ഓഫ് ഭഗവത്ഗീത എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നും അടുത്ത ക്ലാസ്സിലും അടുത്ത ആഴ്ചയും നമ്മൾ 15-ാം അധ്യായമാണ് ചെയ്യുന്നത്. അപ്പോൾ 15-ാം അധ്യായം ഈ കുട്ടികൾക്കൊക്കെ സാധാരണ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ചിന്മയാ മിഷനിലും അതുമാതിരി മറ്റുള്ള കുട്ടികളുടെ ഈ മറ്റേ ക്ലാസ്സുകളിലൊക്കെ ഫിലോസഫിയും റിലിജിയനും ഒക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്ന 2 ചാപ്റ്ററുകളാണ് 12-ാം അധ്യായവും 15-ാം അധ്യായവും. 12 ഭക്തിയോഗവും 15 പുരുഷോത്തമ യോഗവും. അപ്പോൾ കാരണം അത് 15-ാം അധ്യായം ഒരു ഫുൾ സമ്മറി ആയതുകൊണ്ടാണ് അത് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളുടെ വിജ്ഞാൻ വികാസ് ക്ലാസ്സുകളിലും 12ഉം 15ഉം അധ്യായം കുട്ടികളെ കൊണ്ട് മുഴുവനും അത് ചാൻറ്റ് ചെയ്യാനും അതിൻ്റെ അർത്ഥവും ഒക്കെ പഠിപ്പിക്കാറുണ്ട്. നമ്മൾ കൂടുതലും ചാൻറ്റിങ്ങിനേക്കാൾ കൂടുതൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ വിജ്ഞാൻ വികാസിലെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് വർഷങ്ങളായിട്ട് ഈ 2 ചാപ്റ്ററുകൾ ചെയ്യാറുണ്ട്, മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. അതുമാതിരി മറ്റുള്ള ചാപ്റ്ററുകൾ ഇടയിൽ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണിത്. അപ്പോൾ ഒരുവിധം എല്ലാ കുട്ടികളും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുട്ടികളും 12ഉം 15ഉം ഒരിക്കൽ അല്ലെങ്കിൽ ഒന്നോ ചിലപ്പോൾ അതിൽ കൂടുതലോ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവാം. ഇന്നിപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് 3 സീനിയർ ആയിട്ടുള്ള കുട്ടികൾ, ഇപ്പോഴത്തെ സീനിയേഴ്സിലുള്ള 3 കുട്ടികളെ, 3ഉം അടുത്ത ആഴ്ച 3ഉം, അങ്ങനെ 6 പേര് കുട്ടികളെ കൊണ്ടും കൂടി കുറച്ച് അതിൻ്റെ ആ ചാൻറ്റിങ്ങും അത് മാത്രമല്ല അതിൻ്റെ ഒരു സമ്മറി മീനിങ് അതും കൂടി പറയാനായിട്ട് ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട്. അവർ 3 പേരും ഞാനിപ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യം അത് തുടങ്ങുന്നതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം ഗൗരവ് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഗൗരവ് ഇപ്പം ജോയിൻ ചെയ്യുള്ളൂ. ഓക്കെ, അവിടെ ഉണ്ടോ ഗൗരവ്? മായ, യെസ്, ഈസ് ദാറ്റ്. ഓക്കെ, ഗൗരവ് കം ഓൺ സ്ക്രീൻ. ഓക്കെ, ഗൗരവ് ഈ ഇപ്പോഴുള്ള സീനിയർ കുട്ടികളുടെ ജൂനിയറാണ്, ഏറ്റവും ജൂനിയറാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അതുകൊണ്ട് താഴെ തുടങ്ങിയത്. അപ്പോൾ ഗൗരവ് ജംസ് ഫൗണ്ടേഴ്സ് സ്കൂളിൽ ദുബായിൽ 9ാമത്തെ ഇയറിൽ പഠിക്കുകയാണ് ഇപ്പോൾ. ഗൗരവ് ഇന്നത്തെ 2-3 ശ്ലോകങ്ങൾ ചാൻറ്റ് ചെയ്യുന്നത് ഗൗരവായിരിക്കും. അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ സമ്മറിയും തരുന്നതാണ്. അത് ഓരോന്നും ആ സമയമാകുമ്പോൾ ഞാൻ പറയും, അപ്പോഴാണ് അവർ ചാൻറ്റ് ചെയ്യുന്നതാണ്. ഗൗരവ്. പിന്നീട് നെക്സ്റ്റ് ഈസ് രുക്മിണി. അപ്പോൾ അതിനു മുമ്പ് ഗൗരവ് 5 കൊല്ലത്തിൽ കൂടുതലായിട്ട് ഇപ്പോൾ വിജ്ഞാൻ വികാസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണ്. പിന്നെ രുക്മിണി അവർ ഓൺ ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഷാർജയിൽ പഠിക്കുന്നു. 12ാമത്തെ ഇപ്പോൾ 12th സ്റ്റാൻഡേർഡിലേക്ക് തുടങ്ങി, 12ാം ക്ലാസ്സിൽ തുടങ്ങി. കഴിഞ്ഞ 6 വർഷത്തിൽ കൂടുതലായിട്ട് വിജ്ഞാൻ വികാസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. 15-ാം അധ്യായവും 12ാം അധ്യായവും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയും കൂടിയാണ്. അപ്പോൾ രുക്മിണി കുറച്ച് 4 ശ്ലോകങ്ങളോളം ഇന്ന് ചാൻറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ മീനിങ്ങും അതിലേക്കും രുക്മിണിയും കൂടുന്നതാണ്. പിന്നീട് ഭാനുലക്ഷ്മി ഇന്ത്യൻ ഹൈസ്കൂൾ ദുബായിലാണ്. ആക്ച്വലി ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ള എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ വിജ്ഞാൻ വികാസ് ഭാനുലക്ഷ്മിക്കാണ്. 12 കൊല്ലത്തിൽ കൂടുതലായിട്ട് കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഭാനുലക്ഷ്മി. ഇപ്പോൾ 11ാം സ്റ്റാൻഡേർഡിൽ 11ാം ക്ലാസ്സിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഭാനുലക്ഷ്മിയും 3-4 ശ്ലോകങ്ങൾ ഇന്ന് 3 ശ്ലോകങ്ങൾ ചാൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് പറയുന്നതായിരിക്കും. അപ്പോൾ ഇവർ 3 പേരും നമ്മുടെ ഇന്നത്തെ ഇടയിലായിട്ട് ഞാൻ അവരെ വിളിക്കും, അവർ അത് ചാൻറ്റ് ചെയ്ത് ചെല്ലുന്നതാണ്. അടുത്ത ആഴ്ച ഇതുപോലെ വേറെ 3 സീനിയർ കുട്ടികളെ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. 15-ാം അധ്യായം. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2 ചാപ്റ്റേഴ്സ്, 13-ാം അധ്യായവും 14-ാം അധ്യായവും. അത് ജ്ഞാനത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീതയിൽ. 13-ാം അധ്യായത്തിൽ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിനെ പറ്റിയിട്ടായിരുന്നു. അതായത് എന്താണ് ആത്മാവ്, എന്താണ് ആത്മാവ് അല്ലാത്തത് എന്നുള്ളത്. അപ്പോൾ ആത്മാവല്ലാത്തതിൽ നിന്ന് വേർതിരിച്ചറിയാനായിട്ടുള്ള ജ്ഞാനം നൽകിയ ആ ചാപ്റ്റർ, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പെർഫെക്ഷനിലേക്ക് പോകാനായിട്ട് നമ്മളുടെ ആ ആത്മാവിഷ്കാരം എന്ന് പറയാം, അത് നമുക്ക് ഒരു ഇൻഫിനിറ്റിയിലേക്ക് ഉയർത്തിയെടുക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ആത്മാവ് എന്താണെന്ന് അറിയണം. അപ്പോൾ അത് ആത്മാവ് അല്ലാത്തത് എന്താണെന്ന് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ ആത്മാവ് എന്താണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം പോരാ, അനാത്മാവായിട്ടുള്ള ആ ഒരു ആവരണത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അനാത്മാവിലൂടെ പ്രകാശിപ്പിക്കണമെങ്കിൽ ഈ അനാത്മാവ് എന്താണെന്നുള്ളത് ശരിക്കും അറിയണം. അതുകൊണ്ടാണ് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം അവിടെ ആദ്യം പറഞ്ഞു തന്നത്. ഇനി ഈ അനാത്മാവായിട്ടുള്ള സംഗതിയുടെ അതിന് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഈ ക്വാളിറ്റീസാണ് നമ്മളെ ഈ ആത്മാവിനെ മുഴുവനും പ്രകാശിപ്പിക്കുന്നതിൽ നിന്ന് തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ ആ അനാത്മാവിനെ തടസ്സങ്ങൾ കൊണ്ട് പിന്നെ വീർപ്പുമുട്ടിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ്? അത് 3 ഗുണങ്ങളാണ്, സത്വരജസ്തമോ ഗുണങ്ങൾ. ആ സത്വരജസ്തമോ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അവ വേർതിരിച്ചറിയുവാനായിട്ടുള്ള ജ്ഞാനമാണ് ഗുണത്രയ വിഭാഗ യോഗം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു സമ്മറി എന്നുള്ള നിലയിൽ, അപ്പോൾ നമ്മളുടെ എല്ലാ കഴിവുകളും ആത്മാവിനെ അനാത്മാവ് കൊണ്ട് പൊതിഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ അനാത്മാവെന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മളുടെ ഈ ഗുണങ്ങളാൽ ആവൃതമായിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതെന്തൊക്കെയാണ്? നാച്ചുറലി ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പുറത്തേക്ക് പ്രകാശിക്കുന്നത്? പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി, എൻറിച്ച്മെൻ്റ് എന്നൊക്കെ പറയണം. നമ്മളുടെ ക്വാളിറ്റീസ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരണം. നമുക്ക് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയും ഒക്കെ കഴിവുകളായിട്ട് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ആ ഒരു കവറിങ്ങിനാണ് നമ്മൾ ഇതിൻ്റെ പോളിഷിങ് ചെയ്യേണ്ടത്. പോളിഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെ ആ ഊർജ്ജസ്വലത മുഴുവനും പുറത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അത് ഇൻ ടേംസ് ഓഫ് കേപ്പബിലിറ്റീസ് ആണത്. നമ്മളുടെയൊക്കെ കഴിവുകൾ, ചിന്താശക്തി, ക്രിയാശക്തി, ഇച്ഛാശക്തി ഒക്കെ ആയിട്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. പക്ഷേ ഈ സത്വ, രജസ് ആൻഡ് തമസ്, എസ് ആൻഡ് ആർ ആൻഡ് ടി എന്ന് പറയുന്ന 3 ഗുണങ്ങളാൽ ആവൃതമായിട്ട് ഇരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 14-ാം അധ്യായത്തിൽ പഠിച്ചത്. ഗുഡ്നെസ് എന്ന് പറയുന്നത് സത്വം, പാഷൻ എന്ന് പറയുന്നതാണ് രജസ്, ആൻഡ് ദി തമസ് ഓഫ് ഇഗ്നറൻസ് ആൻഡ് ലിഥാർജി. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റീസിനെ പറ്റിയിട്ട് ആദ്യത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു. അതിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ ഗുഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആൻഡ് നോളജ്, റിസൾട്ടിങ് ഇൻ ഹാപ്പിനെസ് ആൻഡ് നോളജ്. പാഷൻ ഡ്രൈവ്സ് യു ടു ദ റിസൾട്ട്സ് ഓഫ് ആക്ഷൻസ് എന്ന് പറയുന്ന അതിനോടുള്ള നമ്മളുടെ ഭ്രമം, അതാണ് പാഷൻ ആയിട്ട് വരുന്നത്, രജസ്സായി മാറുന്നത്. ഇഗ്നറൻസ് എന്ന് പറയുന്നത് നെഗ്ലിജൻസ്, ലേസിനെസ്, സ്ലീപ്പ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റീസിലേക്ക് നമ്മളെ എത്തിക്കുന്നു. ഇത് ഇനി ആ 3 ഗുണങ്ങളെ പറ്റിയിട്ടുള്ള 3 ഗുണങ്ങളുടെ പല ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് പിന്നീടുള്ള ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞത്. അപ്പോൾ ഗുഡ്നെസ്, അതായത് സത്വഗുണം പ്രകാശിക്കുമ്പോൾ പ്യൂരിറ്റി ഓഫ് നോളജ് റിസൾട്ട് ചെയ്യും. എന്നുവെച്ചാൽ നമ്മളുടെ പുറത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് പ്യൂരിറ്റി ഓഫ് നോളജാണ്. അറ്റാച്ച്മെൻറ്റ് ടു ആക്ഷൻസ് ഇസ് ദ റിസൾട്ട് ഓഫ് രജസ്. ആൻഡ് ഇഗ്നറൻസ് ആണെങ്കിൽ what happens is we bring out animal tendencies and lethargic behavior എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഇത് നമ്മളെ വെർച്വസ് ആക്കാം, അല്ലെങ്കിൽ അജിറ്റേറ്റഡ് ആക്കാം, അല്ലെങ്കിൽ നെഗ്ലിജൻ്റ് ആക്കാം. അങ്ങനെ 3 വിധത്തിൽ അത് നമ്മളുടെ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നു. അത് നമുക്ക് ജ്ഞാനത്തിൻ്റെയും ഗ്രീഡ് അല്ലെങ്കിൽ ജലസി എന്നൊക്കെ പറയുന്നതായിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ചില മനസ്സിൻ്റെ വികാരങ്ങളെയും, ഇല്യൂഷൻ എന്ന് പറയുന്ന അറിവില്ലായ്മയും തെറ്റിദ്ധാരണകളും ഒക്കെ ആക്കി മാറുന്നു. അത് നോളജ് ആണെങ്കിൽ നമ്മൾ മേപ്പോട്ട് ഉയരുന്നു. പാഷൻ, ഗ്രീഡ്, ജലസ് അങ്ങനെയുള്ള ക്വാളിറ്റീസ് ആണെങ്കിൽ നമ്മൾ ആവറേജ് പെർഫോമൻസ് ലെവലിലേക്ക് കിടക്കുന്നു. ഡെലൂഷൻ ആൻഡ് ഇല്യൂഷനിലേക്കൊക്കെ അടിമപ്പെട്ട് പോകുമ്പോൾ നമ്മൾ അധപ്പതനത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ആ സെൽഫ് നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ നമുക്ക് ആ സെൽഫിനെ മുഴുവനും നമുക്ക് ആവാഹിച്ചെടുത്ത് നമ്മളുടെ ഉള്ളിൽ നിന്ന് പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പല വിധത്തിലുള്ള പെർഫെക്ഷൻ ക്വാളിറ്റീസ് എന്ന് പറയുന്ന, നമ്മളിപ്പോൾ എന്താ പറയുക, ഈ പെർഫെക്ഷൻസ് കോംപ്ലക്സ് അങ്ങനെയുള്ള സംഗതി അല്ല കേട്ടോ പറയാം. നമ്മളുടെ ഉള്ളിലെ മിനിക്ക് നമുക്കുണ്ടാകുന്ന മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് ആറ്റിറ്റ്യൂഡ് ടു ദ ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറയുന്ന അതാണ് അതിലേക്ക് വരുന്നത്. ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇല്ലാണ്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ശക്തി.
അതുപോലെ മനസ്സിൻ്റെ നമ്മളുടെ ഫോക്കസ്, നമുക്ക് വേറൊരു വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസിൻ്റെ പുറകെയും ഓടിപ്പോവാണ്ട് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഗോൾ സെറ്റിംഗ്, ആ ഗോളിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടാവുക. അത് മാത്രമല്ല, നമ്മളുടെ ഗോള്, നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ, ഡ്യൂട്ടി, റൈറ്റിയസ്നെസ്, ഇതിലൊക്കെ ഫേംലി റൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അടിപതറാതെ നമുക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഇക്വാനിമിറ്റി ആൻഡ് ബുദ്ധിയുടെ ഇക്വിപ്പോയ്സ്, ഇത് രണ്ടും നമുക്ക് ഉണ്ടാക്കി തരുന്ന ആയിട്ടുള്ള ജ്ഞാനമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത്. അതാണ് കിട്ടുന്നത് ഈ സത്വരജസ്തമോ ഗുണങ്ങളെ നമ്മുടെ ട്യൂൺ ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആൻഡ് ബാലൻസ്ഡ് ആൻഡ് ഇമ്പാർഷ്യൽ. അപ്പോൾ നമുക്ക് ഇമ്പാർഷ്യലായിട്ട് പ്രവർത്തിക്കാനും ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് വർത്തിക്കാനും ഒക്കെ സാധിക്കുന്നു. റിനൗൺസിങ് ദ റിസൾട്ട്സ് ഓഫ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫലത്തിലത്തെ ഇച്ഛ കൂടാണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യേണ്ട വിധത്തിൽ, ചെയ്യേണ്ട രീതിയിൽ ചെയ്യുവാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കർമ്മയോഗി ആറ്റിറ്റ്യൂഡ്, അതിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പെർഫെക്ഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്റ്റാർഡത്തിലേക്ക് ഉയരുകയാണ്. ആ പെർഫെക്റ്റ് സ്റ്റാർഡത്തിലേക്ക് ഉയരുന്നു. ആ സ്റ്റാർഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നൗ സ്റ്റാർട്ടിങ് ടു റിഫ്ലക്ട് ദ ക്വാളിറ്റീസ് ഓഫ് ദ സെൽഫ് വിച്ച് ആർ ഇൻഫിനിറ്റ്യൂഡ്, ഇംപെരിഷബിലിറ്റി, ഇമോർട്ടാലിറ്റി ആൻഡ് what you call the basis of righteousness. We become the basis of righteousness in our areas. അത് ജോലിയിലായാലും വീട്ടിലായാലും പ്രവർത്തന സ്ഥലങ്ങളിലായാലും സമൂഹത്തിലായാലും ഒക്കെ നമ്മൾ ആ ധർമ്മത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായി ഭവിക്കുന്നു. ആൻഡ് വി ആക്ച്വലി സ്റ്റാർട്ട് റേഡിയേറ്റിംഗ് സ്പാർക്സ് ഓഫ് ദാറ്റ് ഹാപ്പിനെസ്, ദാറ്റ് ബ്ലിസ്, ദ അബ്സല്യൂട്ട് ബ്ലിസ് ആസ് റേഡിയേറ്റിംഗ് ഹാപ്പിനെസ് ആൻഡ് ഇലൂമിനേഷൻ ആൻഡ് നോളജ് എന്നൊക്കെ പറയുന്ന ആ ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണെന്ന് വെച്ചാൽ. സോ ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് പെർഫെക്ഷൻ ഈസ്. So if we want to achieve perfection, we need to imbibe the qualities of the self, which is infinitude, infinite. Self is infinite, imperishable, immortal, externally righteous and eternally righteous and absolute bliss, representation of absolute bliss എന്ന് പറയുന്ന ആ ക്വാളിറ്റീസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. അതാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് എന്നാണ് 14-ാം അധ്യായത്തിൽ വന്ന് പറഞ്ഞു നിർത്തിയത്. ഇനി 15-ാം അധ്യായത്തിൽ ഈ പെർഫെക്ഷനിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ സാധിക്കും എന്നുള്ളൊരു സമ്മറി. ഇത് ആക്ച്വലി ഈ ചാപ്റ്ററിൽ 15-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, അത് 15-ാം അധ്യായത്തിൽ അതൊരു സമ്മറി ആയിട്ട് പറയുന്നു എന്ന് മാത്രം. കാരണം ഇത് നമ്മൾ ഓൾറെഡി 14 അധ്യായങ്ങളിൽ കവർ ചെയ്ത മെറ്റീരിയലാണ് ഇനി പറയാൻ പോകുന്നത്. അതിൻ്റെ ഒരു സമ്മറി, ഒരു ഓവർവ്യൂ ആയിട്ട് അവിടെ കൃഷ്ണൻ അർജുനന് കൊടുക്കുകയാണ് ചെയ്യുന്നത് 15-ാം അധ്യായത്തിൽ. സോ ബേസിക്കലി വി ആർ ട്രൈങ് ടു നൗ ലുക്ക് അറ്റ് ദാറ്റ് ഇൻഫിനിറ്റ്യൂഡ്, ഇംപെരിഷബിലിറ്റി, ഇമോർട്ടാലിറ്റി, റൈറ്റിയസ്നെസ് ഇൻ എക്സിസ്റ്റൻസ് ആൻഡ് അബ്സല്യൂട്ട് ബ്ലിസ് റേഡിയേഷൻ. അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് is called as the identification with perfection. പെർഫെക്ഷനിലേക്ക് പോകുമ്പോൾ പുരുഷോത്തമനായി നമുക്ക് മാറുന്നു. പുരുഷോത്തമൻ, ദ പെർഫെക്റ്റ് ബീയിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, അത് നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് ബീയിങ്സ് ആണ്. ഇൻഫിനിറ്റ് സെൽഫ് ബ്രഹ്മൻ ഇസ് ദ പെർഫെക്റ്റ് ബീയിങ്. ആ സുപ്രീം ബീയിങ് നമ്മളുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ ആ സുപ്രീം ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് ഉയർത്തിയെടുക്കുവാൻ ആയിട്ട് ആണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്, പറഞ്ഞു തരുന്നത്. അപ്പൊ അതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് 14-ാമത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിൽ ആ ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞു വെച്ചത്. പെർഫെക്ഷൻ, ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ വി ആർ ബേസിക്കലി ലുക്കിംഗ് അറ്റ് ദാറ്റ് പെർഫെക്ഷൻ ആൻഡ് ദെൻ യു വിൽ ബി ഫേംലി റൂട്ടഡ് ഇൻ ദ ബിലീഫ് ദാറ്റ് ഐ ആം ഇൻഫിനിറ്റ്, ഐ ആം ഇംപെരിഷബിൾ, ഐ ആം ഇമ്മോർട്ടൽ, ഐ റിഫ്ലക്ട് എറ്റേണൽ റൈറ്റിയസ്നെസ് ആൻഡ് ഐ ആം അബ്സല്യൂട്ട് ബ്ലിസ് എന്ന് പറയുന്ന അതിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. I am infinite, imperishable, immortal, eternal righteousness and absolute bliss എന്ന് പറയുന്ന ആ സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഇത് നമുക്ക് എപ്പോഴും നമ്മളുടെ ബോധമണ്ഡലത്തിൽ ഉണ്ടാവണം. അതായത് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു ചേരുന്ന ഓക്കെ, ഇതൊക്കെ നമ്മൾ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല, we feel, we live and we think and we reflect this attitude in all the things that we are doing consistently, constantly, and then persist with this thought. Constantly persist with this thought. Ananyas chintayanto mam ejanaha paryupasate. സെൽഫിനെ, സെൽഫാണ് ഞാൻ, ആത്മതത്വമാണ് ഞാൻ, ആ ബ്രഹ്മനാണ് ഞാൻ എന്നുള്ള ബോധം. അനന്യാസ് ചിന്തയന്തോ മാം ഏജനാഹ പര്യുപാസത്തെ. Whoever actually constantly reflects on this thing, then tesham nityaഭിയുക്താനാം യോഗക്ഷേമം വഹാമി അഹം. And in that case, if you are able to do that, the infinite self that is resident within you will take care of all your aspirations and all your existing capabilities. ഇതെല്ലാം നമുക്ക് തരാനായിട്ടുള്ള ശക്തി അവിടെ നിന്ന്, ഉള്ളിൽ നിന്ന് തന്നെ വരും. അങ്ങനെ നമ്മളെ ഈ പറയുന്നതായിട്ടുള്ള പെർഫെക്ഷനിലേക്ക് ചേർക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഗീതാ തത്വം. സോ ദാറ്റ് ദിസ് ഈസ് ദാറ്റ്
സ്റ്റേറ്റ് ഓഫ് ദിസ് ഇസ് ലിബറേഷൻ. ഇതാണ് ലിബറേഷൻ എന്ന് പറയുന്നത്, മുക്തി എന്ന് പറയുന്നത്. എന്താ, നമ്മളുടെ പരിമിതികളിലെ ഉള്ളിൽ ഞാൻ കിടക്കുകയാണ് എന്നുള്ള എൻ്റെ ചിന്ത, അതിൽ നിന്ന് ഞാൻ മുക്തി നേടുക. ദാറ്റ് ഈസ് ലിബറേഷൻ ഫ്രം ദ ലിമിറ്റേഷൻസ്. ആൻഡ് ദാറ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ദ ഭഗവത്ഗീത. അതാണ് ഭഗവത്ഗീത നമുക്ക് തരുന്നതായിട്ടുള്ള ആ എന്താ പറയുക, ഒരു ഉൾക്കാഴ്ച എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഇൻസൈറ്റ്, ദ ഇൻസൈറ്റ് ഓഫ് ദ ഇൻഫിനിറ്റ്യൂഡ് വിത്തിൻ, ദ ഇൻസൈറ്റ് ഓഫ് ദ ഇൻഫിനിറ്റ്യൂഡ് വിത്തിൻ ഇസ് ദ മെസ്സേജ് ഓഫ് ഭഗവത്ഗീത. അത് നമ്മൾ, ദിസ് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ ആൻഡ് ദാറ്റ് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ. അതാണ് പുരുഷോത്തമ യോഗം. അതായത് പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞാൽ പുരുഷോത്തമനിലേക്ക് എന്നുമായിട്ട് ഞാൻ യോജിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള പഠനമാണിത്. ആ ഒരു പ്രോസസ്സാണ്. അതിൻ്റെ സ്റ്റേറ്റിലേക്ക് എത്തുന്നതാണ് ഭഗവത്ഗീത നമ്മളെ എത്തിച്ചേരുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഹിയർ, the state of perfection that you can achieve. And that is chapter 15, Purushottama Yoga, the identification perfection, which is also can be termed as the knowledge-based summary of the whole of Bhagavad-Gita. So, അപ്പോൾ നമുക്കിനി ഒന്ന് കുറച്ച് ചിന്തിക്കാം. അതായത് സെൽഫിഷ് ഗോൾസ്, ലോ ഐഡിയൽസ്, ലെഗസി, ലോ ലെഗസി, നെഗറ്റീവ് ലെഗസി ഒക്കെ ഇല്ലേ, അങ്ങനെ ഉള്ള ഒരു സ്റ്റേറ്റ്. അതാണ് ഏറ്റവും താഴത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളുടെ ഗോൾസ് ആർ സെൽഫിഷ്. We live for low, selfish ideals, limited ideals, and we are actually living a negative legacy. I mean, all the things that we are doing is going to give some negative impressions. എന്ന് പറയുന്ന ഒരു lowest state, or nothing at all, no impact at all. അതും that is also the lowest state. അതിൽ നിന്ന് ഉയർന്നു മേപ്പോട്ട് പോകണം and reach that state of high goals, high ideals, lasting legacy, positive legacy, and also your thoughts and actions therefore will now rise to the levels of sustainability, inclusiveness and enrichment എന്ന് പറയുന്ന ക്വാളിറ്റീസിലേക്ക് നമ്മുടെ ചിന്താശക്തിയും പ്രവർത്തന ശക്തിയും ഒക്കെ ഉയർന്ന് അവിടേക്ക് എത്തുന്ന ഒരവസ്ഥ. അതാണ് ഹയസ്റ്റ് ഗോൾ നമുക്ക്. ദാറ്റ് ഈസ് വാട്ട് വി ക്യാൻ ഹോപ്പ് ടു അച്ചീവ് ഇൻ ദിസ് വേൾഡ് ഓഫ് ലിവിങ്, അല്ലെ? ഇൻ ദിസ് വേൾഡ് ഓഫ് ലിവിങ്. ഫോർ ദാറ്റ് യു ഹാവ് ടു this to achieve this standard of living in this world, to achieve standard of living in this world, living this way, you need a quality of life within you. That quality of life is what is being promised by the processes and the tools and techniques exposed in the Bhagavad-Gita. ഭഗവത്ഗീതയിൽ പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്റെ കൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് രണ്ടും ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ. Integrating the standard of living and the standard of life. ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് നമ്മളെ മെറ്റീരിയൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളും. അതാണ് നമ്മൾ ജനറലി എല്ലാവരും അതിൻ്റെ പുറകെയാണ് പോകുന്നത്. അത് മാത്രം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫും കൂടി അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് പറയുന്നത്. സോ ദ ഇൻ്റഗ്രേഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് with the standard of life is basically what the Bhagavad-Gita is trying to do. All the strategies required for success in the material world is also exposed in the Bhagavad-Gita, standard of living, and all that is required for you to polish yourself to the level of perfection in terms of leaving a lasting legacy. That is also given in Bhagavad-Gita. Adana life, the standard of life എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒത്തുകൊണ്ടുപോകുന്ന ഒരു സംഗതി. ഇത് സോ ഫ്രം ദ ലോവസ്റ്റ് ലെവൽ ടു ദി ഹയസ്റ്റ് ലെവൽ നമുക്ക് കാര്യങ്ങളെ എത്തിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ആ പെർസ്പെക്റ്റീവ് ആ ലെവലിലേക്ക് ഉയർത്തുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ മെസ്സേജ്. എന്ന് പറഞ്ഞാൽ ഇത് ഹൗ ഡു യു ഡു ദാറ്റ്? ഫ്രം ഇഗ്നറൻസ് ആൻഡ് സെൽഫിഷ്നെസ് വിത്ത് ദ ഇൻജെക്ഷൻ ഓഫ് അബ്സല്യൂട്ട് നോളജ് ഓർ ദ പ്രോസസ്സസ് ഓഫ് നോളജ് ടുവേർഡ്സ് അബ്സല്യൂട്ട് വിസ്ഡം. അതിലേക്ക് പോകാനായിട്ടുള്ള നോളജാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് മേപ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ദ നോളജ് ഷുഡ് പ്രൊട്ടക്ട് us and then move ourselves up to the highest levels. അതാണ്, that is basically what is required. അപ്പോൾ അതിൽ the problem is that the number of people, if you really look at the kind of the people in terms of majority of the people get rooted in the bottom and only very few people are able to achieve. അതാണ് ഞാൻ ആ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. So the people who are able to get to know this knowledge as well as believe in that knowledge, firmly rooted in that knowledge, change your belief systems such that your belief in the body, mind and intellect is overshadowed by the belief in yourself. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അല്ലേ? നമുക്കെല്ലാം സംശയം വരുന്നത് എന്തുകൊണ്ടാണ്? ബോഡി മൈൻഡ് ഇന്റലക്ട് പറയുന്ന സംഗതികളോട് ഫെയ്ത്ത് കൂടുതലായതുകൊണ്ടാണത്.
ആ ഫെയ്ത്തിനെ കുറച്ച് സെൽഫിനോടുള്ള ഫെയ്ത്ത് കൂട്ടുമ്പോൾ നമ്മൾ ഈ പറയുന്ന ട്രയാങ്കിളുടെ ടോപ്പിലെത്തും, എപ്പെക്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ ദാറ്റ് ഗീത ഈസ് ടീച്ചിങ് അസ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ദ പെർസ്യൂട്ട് ഓഫ് സെൻസറി പ്ലഷേഴ്സ് അറ്റ് ദ ബോട്ടം, ലിഥാർജി ആൻഡ് ഈവിൾനെസ്. ദാറ്റ് ഈസ് ടൈയിങ് യു ഡൗൺ ടു ദ ബോട്ടം. And that is binding you to the bottom because of your egocentric, selfish, result-eyed, ups and downs, focused life. അതിലേക്ക് വരുന്നതുകൊണ്ടാണത്. നമ്മളിങ്ങനെ ഇക്വാനിമിറ്റി ഒന്നും ഇല്ലാണ്ട് ഈ പറയുന്ന എല്ലാ രണ്ട് എക്സ്ട്രീം ഡൈക്കോട്ടമീസിൻ്റെ ഉള്ളിൽ കടന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. ഹാപ്പിനെസ്, സോറോ, പെയിൻ, പ്ലഷർ, അങ്ങനെ എക്സ്ട്രീംസ്, സക്സസ്, ഫെയിലിയർ, ഹോപ്പ്, ഡെസ്പയർ, ഈ ജനന മരണങ്ങളുടെ ഉള്ളിൽ കടന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് വൈ? ബിക്കോസ് വി ആർ ഈഗോസെൻട്രിക് ആൻഡ് വി ആർ സെൽഫിഷ്, ആൻഡ് ദെയർഫോർ വി ആർ ബൗണ്ട് ടു ദ പെർസ്യൂട്ട് ഓഫ് സെൻസറി പ്ലഷേഴ്സ്, ടു ലിഥാർജി, ടു ഈവിൾനെസ്, എക്സെട്ര. അതിലേക്ക് നമ്മളെ ബൈൻഡ് ചെയ്ത് നമ്മളെ ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് വി നീഡ് ടു ബി അവെയർ ഓഫ്, ദാറ്റ് വി ആർ ഗെറ്റിംഗ് ബൗണ്ട് ബൈ അവർ സെൽഫിഷ്നെസ്, സെൻസറി പ്ലഷേഴ്സ്, എക്സെട്ര. ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം നമ്മൾ. സോ ദ റീസൺസ് ഫോർ mediocrity and imperfection lies in this particular problem, but we need to raise ourselves to the highest level, higher goals, higher levels, lasting legacy, positive legacy, etc. That is the basis for success and perfection. Adana high goal setting, higher ideal setting, having that vision for leaving a legacy that is lasting, and to be able to do things in a sustainable, inclusive, and enriching manner in whatever you think and do. That is the basis for success and perfection. So from the bottom levels of mediocrity and imperfection to the highest levels of success and perfection, that is basically what the Gita is teaching you. In not only in terms of the standard of life, but in standard of living. രണ്ടിലും നമുക്കതിനെ മെറ്റീരിയൽ ആൻഡ് ദി സ്പിരിച്വൽ, ദ സ്പിരിച്വൽ ആൻഡ് ദ സെക്യുലർ, ഇത് രണ്ടും നമുക്ക് നമ്മളെ സഹായിക്കുന്ന സംഗതിയാണ് ഭഗവത്ഗീത. ആ വിസ്ഡമാണ് ഭഗവത്ഗീത. സോ ബേസിക്കലി ഫ്രം ദ ലെവൽ ഓഫ് മീഡിയോക്രിറ്റി ടു ആവറേജ്നെസ് ടു പെർഫെക്ഷൻ, ദാറ്റ് എവല്യൂഷൻ ഈസ് ബേസിക്കലി വാട്ട് ഈസ് meant by this, by the unraveling of all the tools and techniques for refining yourself, ourselves. So അതുകൊണ്ട് ഇത് the problem is ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് this structure of perfection at the top to imperfection at the bottom, etc. It is very difficult for us to, when we actually live in this world, we tend to forget about the reasons of why we are tied down and why we are not able to rise up എന്ന് പറയുന്ന ഇതിൽ നമ്മൾ ഇതൊക്കെ അറിയാം, കേൾക്കുന്നു, അപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് എന്നുള്ള പ്രോസസ്സിൽ കിടക്കുകയാണ്. പക്ഷേ the problem is that we are not able to perceive why we are actually tied up like this, bound like this. It is very difficult for us to understand actually the form, the result, the beginning and the foundation of all this problem, the form of this imperfection, the reasons for this imperfection, the result of why you are actually becoming imperfect, and when did you actually start going into this rut, and what is the basis for my real lethargy and evilness, selfishness, etc. It is very difficult for you to actually understand and be aware of constantly, so that you can make changes. Why? Because it is all because of perception is BMI centered. ഈ പറയുന്ന എല്ലാം നമ്മളുടെ ഇതെല്ലാം ഈ ആത്മാവ് എന്താണെന്നും ആത്മതത്വം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത് പോലും നമ്മളുടെ മനസ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മനസ്സെന്ന് പറയുന്നത് തന്നെ ആവരണത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ആവരണത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തി എന്താണ്, ഇതിനതീതമായിട്ടിരിക്കുന്ന ശക്തി എന്താണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നില്ല. because our perception itself is BMI centered, and because of that selfishness comes into being, because of desires, selfish desires, and you are attached to the results of the actions, rajas, and also to pleasures and your own specific interests, etc., and therefore leading you to evilness, etc. So that is the basic reason why all this is happening. ഇതാണ് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്ന തത്വം. And because of that we have this problem. അപ്പോൾ എന്താണ്? So there is this problem of the selfish desires,
binding you to selfish goals. Attachment എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമുക്ക് വരുന്നത്. അതിനെ ഡിറ്റാച്ച് ചെയ്ത് കട്ട് ചെയ്ത് കളയണം. How can you do that? Gita says it is not easy to cut it like that. Instead, what you have to do is to set higher goals and connect slowly towards those higher goals and ideals. അപ്പോൾ എന്താ പറയാ, that higher goalsലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ slowly you will find your selfishness decreasing. And that is the state of renunciation. That higher goal is the state of renunciation. അപ്പോൾ അറ്റാച്ച്മെന്റിനെ ഡിറ്റാച്ച്മെന്റ് ആക്കി മാറ്റുമ്പോൾ ആണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുക. പക്ഷേ ഡിറ്റാച്ച്മെന്റ് ആക്കി മാറ്റാൻ പറ്റില്ല. അതിനുകൊണ്ട് വേറൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. Now you are, instead of being attached to selfish goals, you start getting attached to higher goals and ideals. You start getting attached to your faith towards the self, instead of being attached to the faith to your body, mind and intellect. അപ്പോൾ ആ ഒരു വ്യത്യാസം അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിറ്റാച്ച്മെന്റ് സെറ്റ്സ് ഇൻ. ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഭഗവത്ഗീത ഈസ് ടീച്ചിങ് യു ടു ഡു. അപ്പോൾ ഇതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള തത്വം ഭഗവത്ഗീത നമുക്ക് തരുന്നത്. സോ ഹൗ ഡു യു ആക്ച്വലി ഡു ദാറ്റ്? പല 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 വിധത്തിലുള്ള കർമ്മയോഗ സ്ട്രാറ്റജീസിലൂടെ അതൊക്കെ ചെയ്യാം. നമ്മൾ 15ാമത്തെ അധ്യായത്തിലേക്കുള്ള വഴിയിലൂടെ കണ്ടതാണ്. 2, 3, 4, 5, 6 അധ്യായങ്ങളിൽ ഈ പറയുന്ന how can you actually do? In fact, all this we discussed in the 4th chapter. If you really remember that, even these diagrams here shown here, you can see that, you know, I had actually shown this detachment and renunciation etc. in the 4th chapter. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് കർമ്മ. അതെങ്ങനെ, അത് പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. We have actually seen that through various strategies in workplaces etc. How do you actually detach yourself from selfishness? By attaching yourself to higher goals. All those things we have seen. So അതൊക്കെ ഇതെല്ലാം സമ്മറൈസ് ചെയ്യാണ് ചെയ്യുന്നത് 15ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ ചെയ്യുന്നത്. So we can get into that. അപ്പോൾ അതിന് ഇവിടെ Bhanulakshmi, you can now chant the first 2 slokas and you can also give a brief summary of it, and then I will get going on that. Bhanulakshmi. Namaste. I hope I'm audible. Yep, you are. Atha panchadashodhyayah Purushottamayogah Shri Bhagavanuvacha Urdhvamulamādhashakham Ashwatham Prahuravyayam Chandamsi yasya parnani Yastam veda savedavit Adashchordvam prasirtastasya shakha Guna pravardha vishaya prapala Adhascha mulanyanu Karmanubandhini manushya-loke. In the first sloka, we are introduced to the Ashwatha tree or the tree of life, whose roots grow upward, branches grow downward, and whose leaves represent knowledge. Now, from this tree of life, we also understand that the power of the self expresses itself or manifests as the conscious awareness. Now, this conscious awareness in our body stems from our brain, flows downward, and ultimately ends at the sense organs. Now, moving on, in the second sloka, we learn that that power of the self or the conscious awareness is responsible for enlivening all our sense organs and sense centers. From our sensory perceptions arise complete awareness of the physical environment around us. Now, we can also derive from the sloka that the tree of life is nourished by the 3 modes of nature or the 3 gunas, the sattva guna, rajo guna, and the tamo guna. Okay, thank you. So the first 2 slokas. So I will take a look at some of the reflections on it.
Higher order thinking sustains the world. That is the message of the Gita. And therefore, Gita is exhorting all of us to really start thinking high, thoughts high. Manifestation of life on earth exhibits a spectacular hierarchy of evolution. And you can see that in the evolutional structure also. Down from the lowest of the species, which are mostly existing in the sensory level, to the highest beings, which are the human beings that exhibit rational and creative thinking. Thinking characterized by value systems. The higher order meaning thinking characterized by value systems devoid of selfishness. The tree of life is thus fed from the top. This tree of life, even including the creatures and the environment, the trees and all those things, sustain cheythu ponaengil manusyan chindikkanam. Otherwise, we can also, we can actually destroy all those things. But the moment we start thinking high, then, and if this tree, the whole inverted tree, if it is sustained by such higher order thoughts, manusyan vicharikkanam artham. The root powered by wisdom. The root is powered by wisdom. Because wisdom is not something, not a characteristics of the centipede. It is a characteristics of the human being. Only by values-based thinking that we can do that, devoid of exploitation and self-aggrandizement. Exploitation, avoid manushyareyum, mattulla jantukkaleyum, environmentaleyum exploit cheyyande nammale sustainability, expansion and enrichment എന്ന് പറയുന്ന thought characteristicsലേക്ക് ഉയർന്നു വന്ന് ജീവിക്കുന്നവരാണ്. Those people are the people who will be providing for the sustainable world. That is what basically this is all about. And if you look at it in another manner, it is basically there is a structure, the man at the top, and then going down and branching out into various kinds of species. That is another picture of the same life tree that is being described by Krishna in Urdhvamulam Ataha Shagam Ashwattam Prahuravvayam Chandamsi Yasya Parnani enna parnaycha. That is adinte namukku adilekku kadakani. Appo adinu munpu I would like to take you to Katha-Upanishad 261, where this tree is mentioned, and that from where only it has come to Bhagavad-Gita also. So it says, there is that ancient tree, Urdhvamulam Vakshakto Eswastas Sanadanaha, whose roots grow and upward and whose branches grow downward. So, that indeed is called the bright, that is called Brahman. That life tree, the whole life tree, infinitude, അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഔട്ട്വേർഡ് ഫിസിക്കലി ദ ലൈഫ് ട്രീ ആയിട്ടാണ് വരുന്നത്. എനർജി ദറ്റ് ഈസ് ഫ്ലോയിങ് ഡൗൺ ഫ്രം ദ ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് ഓഫ് ഓൾ സ്പീഷീസ് ആൻഡ് എവറിഥിങ് ഇൻ ദിസ് വേൾഡ്, ദാറ്റ് ഈസ് ബ്രഹ്മൻ. Bright, that is the illuminating, bright meaning that is visible to us. That alone is called immortal. Our life, that energy, that behind that is what is the immortal thing. All worlds are contained in it, and no one goes beyond that. This is that Brahman, that Tat Tvamasi, Tat, that Brahman, this is Brahman. Root at the top, Urdhvamulam, the infinite self, root of all beings, the infinite self, possessed of the unmanifest power of Maya, is referred to as being up at the top because of its subtle nature by virtue of it being the cause and because of its eternal and ഇൻഫിനിറ്റ് നേച്ചർ. അപ്പൊ ഇൻഫിനിറ്റും എറ്റേണലുമായിട്ടുള്ള ബ്രഹ്മത്തിനെ മോളിൽ വെച്ചിട്ട് ആ മോളിൽ നിന്ന് ബാക്കിയെല്ലാം വന്നിരിക്കുന്നതായിട്ട് ഒരു ചിത്രീകരണം. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഹാസ് ബീൻ ഡൺ. ഇറ്റ് ഈസ് ദ സബ്സ്ട്രേറ്റം ഓഫ് ഓൺ വിച്ച് എവറിഥിങ് എൽസ് ഈസ് പ്രൊജക്റ്റഡ്. ആ ബ്രഹ്മത്തിലാണ് എല്ലാത്തിനെയും പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. Therefore it is considered as that the tree of life is considered as a downward branching tree with the root at the top. Urdhvamulam Ataha Shagam and Ashwattam Prahuravvayam Chandamsi Yasya Parnani Yastam Vedasa Vedaveda Adascha Urdhvam Prasirdas Tasya Shaga. അത് താഴേക്കും അതിൻ്റെ ശാഖകൾ ഇങ്ങനെ വന്ന് അദശ്ച ഊർധ്വം പ്രസൃതാസ് തസ്യ ശാഖ, എന്നിട്ട് അത് മുകളിലേക്കും താഴേക്കും ഒക്കെ ആയിട്ട് വന്ന് and then finally what is happening, it is getting embroiled in this final what you call in the Gunapravriddha Vishayapravalaha അധശ്ച മൂലാനി അനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകെ. എന്നിട്ട് ഇതിങ്ങനെ വന്ന് താഴേക്ക് ലൈഫ് ഫോഴ്സ് വന്ന്
കർമ്മങ്ങളിൽ ബന്ധിപ്പിച്ച് നമ്മളെല്ലാം കടത്തി ഇട്ടിരിക്കുകയാണ്. സെൻസറി പെർസ്യൂട്ടിൻ്റെ മുകളിൽ പോകാനായിട്ടുള്ള ടെൻഡൻസീസ് നമുക്ക് തന്നിട്ട് അവിടെ കടത്തിയിട്ടേക്കാണ് എന്നാണ് പറയുന്നത്. അതായത് സെൻസസ് ഉണ്ടായി, സെൻസസിനെ എനർജൈസ് ചെയ്തു, പിന്നെ സെൻസസ് വർക്ക് ചെയ്യാൻ തുടങ്ങി, അപ്പോൾ നമ്മൾ മനസ്സ് അതിൻ്റെ പുറകെ പോയി. അപ്പോൾ ദെയർഫോർ സെൽഫ് ഗെറ്റ്സ് ടൈഡ് ടു ദാറ്റ്. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഇറ്റ് സേസ്. സോ അങ്ങനെ ആ ട്രീ ആണ് ഇവിടെ പറഞ്ഞത്. അപ്പം അതിൽ ഇവിടെ ഇപ്പോൾ അശ്വത്ഥ ട്രീ എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരുവിധം 99 ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ദ ഭഗവത്ഗീത ടോക്ക് അബൌട്ട് ദ പീപ്പിൾ ട്രീ. അശ്വത്ഥ ട്രീ ആസ് ദ പീപ്പിൾ ട്രീ, സം സോർട്ട് ഓഫ് ബനിയൻ ട്രീ എന്നൊക്കെ ചിലവർ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഇത് ആക്ച്വലി നോ, it is not that. In fact, Shankaracharya Acharya Swamiji has interpreted that in a proper manner, taking the Sanskrit root of those words. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ട്രീ അല്ല. ഇറ്റ് ഈസ് അശ്വത്ഥ എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറയുന്ന സാധനം നെഗറ്റീവ് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. സ്വ എന്ന് പറഞ്ഞാൽ ഫ്ലീറ്റിംഗ്, അല്ലെങ്കിൽ ഈവൻ ഫോർ ടുമാറോ, ലാസ്റ്റ് സ്റ്റേ. സോ ദാറ്റ് വിച്ച് ഡസ് നോട്ട് സ്റ്റേ ഈവൻ ഫോർ ദ മോറോ, നാളേക്ക് പോലും ഇല്ലാത്തതായിട്ടുള്ള ഒരു സംഗതിയാണ് അശ്വത്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഇപ്പം മനുഷ്യ ശരീരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എവറി ഡേ ഇറ്റ് ഈസ് ചേഞ്ചിങ്, സെൽസ് ആർ ഗെറ്റിംഗ് ചേഞ്ച്ഡ്. അതെ, ഇന്നലത്തേക്കുള്ള അല്ല, നമ്മൾ തന്നെ പറയാറുണ്ട് 7 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മളുടെ കംപ്ലീറ്റ് സെൽസുകളൊക്കെ മാറിയിട്ടുണ്ടാവും ഒരു സൈക്കിള്. അപ്പോൾ വി ആർ കീപ്പിംഗ് ഓൺ കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. ഇനി മനസ്സെടുത്താലോ ഇറ്റ് ഈസ് ഓൾസോ കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്, സ്റ്റഡി ആയിട്ട് നിർത്താൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്. അശ്വത്ഥ, ദാറ്റ് വിച്ച് ഡസ് നോട്ട് ലാസ്റ്റ് ഈവൻ ഫോർ ദ മോറോ, നാളത്തേക്ക് തീരെ ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തതായിട്ടുള്ള സാധനം. അപ്പോൾ ഫ്ലീറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം, അതാണ് അശ്വത്ഥ എന്ന് പറയുന്നത്, അല്ലാണ്ട് ഒരു മരമല്ല അത്. undergoing destruction and change every moment. That which is fleeting and constantly changing is the tree of life, but is rooted in the eternal, imperishable, infinite self. അതാണ് അശ്വത്ഥ എന്ന് പറയുന്നത്. ആൻഡ് ചന്ദാംസി യസ്യ പർണാനി, ചന്ദാംസി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് എന്നാണ്. അപ്പോൾ വേറെ പല സ്ഥലത്തും ഒരു സൂപ്പർഫിഷ്യൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഛന്ദസ്സുകൾ അല്ലെങ്കിൽ വേദങ്ങൾ ഇതിൻ്റെ പർണം ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ അല്ല, ചന്ദാംസി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് എന്നാണ് സംസ്കൃതത്തിലുള്ള ഒരു മീനിങ്. പർണാനി, അതിൻ്റെ ലീവ്സ് ആർ പ്രൊട്ടക്റ്റീവ് ഓഫ് ദിസ് ട്രീ എന്നേ പറയുന്നുള്ളൂ. അപ്പം എന്താണ് പ്രൊട്ടക്റ്റീവ് ആയിട്ട് വരുന്നത്? ഈ പ്രൊട്ടക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിനെ നെറിഷ് ചെയ്യുന്ന എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു മരത്തിനെ നെറിഷ് ചെയ്യുന്നത് അതിൻ്റെ ലീവ്സ് ആണ്. അപ്പോൾ ആ ലീവ്സ് താഴേക്ക് ഇങ്ങനെ വന്നിട്ട് അതിലേക്കാണ് എത്തി നിൽക്കുന്നത് നമ്മൾ അതിനെ. അപ്പോൾ നമ്മളെ ഈ പറയുന്ന ഹയർ ഗോൾസിലേക്ക് എത്തിക്കുവാനായിട്ടും ഐഡിയൽസിലേക്ക് ഉയരുവാനുമായിട്ട് സഹായിക്കുന്നതും ഈ പറയുന്ന ലാസ്റ്റ് ലീവ്സ് എന്ന് പറയണം. അതായത് ബേസിക്കലി ഇറ്റ് ഈസ് ദ നോളജ് ദാറ്റ് വി ക്യാൻ അക്വയർ ആൻഡ് എക്സിബിറ്റ് ഇൻ ദിസ് ഔട്ട്സൈഡ് വേൾഡ് ആസ് വി ഇന്ററാക്ട് വിത്ത് ദി ഔട്ട്സൈഡ് എലമെന്റ്സ്. അതാണ് നമ്മളുടെ ട്രീസ്, നമ്മളുടെ ട്രീ ലീവ്സ് എന്ന് പറയുന്നത് ദ നോളജാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചന്ദാംസി യസ്യ പർണാനി, ആ മരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ ഹയർ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെ ലീവ്സ് എന്ന് പറയുന്ന നോളജ്, നമ്മളുടെ നോളജാണ് നമ്മളെ സഹായിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രസൃത അധഹ ശാഖം, അത് ഇങ്ങനെ ഇറ്റ് ഈസ് ആക്ച്വലി ഗ്രോയിങ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. അധഹ താഴേക്ക്, അധഹ ശാഖം, അതിൻ്റെ ബ്രാഞ്ചസ്, ഡൗൺവേർഡ് എക്സ്റ്റെൻഡിങ് ബ്രാഞ്ചസ്. From the mindful human beings, overall macro level എടുക്കുകയാണെങ്കിൽ, from the mindful human beings to animals and birds in the middle level, to creatures at the bottom level, to the trees, etc. All those things which are mindless ആയിട്ടുള്ള സാധനങ്ങൾ. ഡൗൺവേർഡ് ഇൻ ടേംസ് ഓഫ് തോട്ട് പവർ. അപ്പം തോട്ട് പവർ ആണ് നമ്മളെ സത്യത്തിൽ പറഞ്ഞ് ഉയർത്തിക്കൊണ്ട്. അപ്പം നമ്മൾ ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് തോട്ട് പവറിൻ്റെ ഒരു ഗ്രഡേഷനാണ്. സോ ദാറ്റ് അവർ തോട്ട് ക്യാൻ ബി യൂസ്ഡ് ടു കണക്ട് അവർ സെൽസ് വിത്ത് ദ ഇൻഫിനിറ്റ്യൂഡ്. അൾട്ടിമേറ്റ്ലി അത് മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. ഇൻ അക്കോർഡൻസ് വിത്ത് ദർ വർക്ക് ആൻഡ് ഇൻ കൺഫോമിറ്റി വിത്ത് ദാറ്റ് നോളജ്. നമ്മുടെ ജോലിക്കും നമ്മളുടെ ചിന്തയ്ക്കും അനുസരിച്ചിട്ടാണ് പിന്നെ അത് ആക്ച്വലി സ്പീക്കിംഗ് അത് 4ാമത്തെ അധ്യായത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന ക്ലാസ്സസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഗുണവും നമ്മുടെ കർമ്മവും, ഗുണകർമ്മ വിഭാഗശ, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് അതാണ്. ഗുണപ്രവൃദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറിഷ്ഡ് ബൈ നേച്ചർ. ആൻഡ് ഹൗ ഡസ് ദിസ് ഹാപ്പൻ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഗുണപ്രവൃദ്ധ, നറിഷ്ഡ് ബൈ നേച്ചർ. തോട്ട് ആൻഡ് ആക്ഷൻസ് ആർ നറിഷ്ഡ് ബൈ ദ ക്വാളിറ്റീസ് ഓഫ് അവർ സത്വരജസ്തമോ ഗുണ, നോളജ്, പാഷൻ ആൻഡ് ഇഗ്നറൻസ്, വിച്ച് വി സോ ഇൻ ദ 14th chapter. ആൻഡ് അത് എവിടെ കൂടിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? വിഷയപ്രവാളാഹ
സെൻസ് ഓബ്ജക്ട്സ് ആസ് ദ റൂട്ട്സ്, അതിൽ കൂടിയാണ് അത് എക്സിബിറ്റ് ചെയ്യുക. In the objects of attractions of the senses are the sprouts of sensuality and hence of deep affinity for the mind. മനസ്സിന് അട്രാക്ഷൻ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള സെൻഷ്വൽ ആയിട്ടുള്ള സ്പ്രൗട്ട്സ്, സെൻസസ്. അപ്പൊ അതായത് ആ സെൻസ് ഓർഗൻസ് ആണത്, അതിലേക്ക് വരികയാണ്. ദീസ് റിസൾട്ട് ഇൻ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ദാറ്റ് ഡ്രൈവ് മാൻ അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. അതിനനുസരിച്ചിട്ട് ഗെറ്റിംഗ് മാൻ എൻടാങ്കിൾഡ് ആൻഡ് ബൗണ്ട് ടു സെൻസറി ഓബ്ജക്ട്സ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കണം നമ്മളതിനെ. അതാണ്, ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഈസ് ഗോയിങ് ടു ബി ടോക്ക്ഡ് അബൌട്ട് ഇൻ ദ നെക്സ്റ്റ് വേഴ്സ്. ഹൗ ഡു യു ഡു ദാറ്റ്? ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട്. അപ്പൊ അതിനു മുമ്പ് അഗൈൻ ഐ വിൽ ജസ്റ്റ് ഒരു 2 പ്രാക്ടിക്കൽ എക്സാമ്പിൾസും കൂടി. ഇപ്പൊ മനുഷ്യൻ, മൃഗങ്ങള്, വൃക്ഷലതാദികള്, പുഴുക്കള്, അതൊക്കെ അതൊരു ഓവറോൾ പിക്ചർ. അത് കൂടാണ്ട് തന്നെ ഇനി നമ്മളുടെ ഒരു മനുഷ്യന്റെ ചിന്താ മേഖലകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി സീ ദിസ് ഹാപ്പനിങ് ഇൻ ടേംസ് ഓഫ് ദ കോൺസെപ്ച്വൽ അനലോഗ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കോൺസെപ്റ്റ് ഹയറാർക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കാര്യം അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ എന്തെങ്കിലും ജ്ഞാനം ഉണ്ടെങ്കിൽ, നോളജ് ഉണ്ടെങ്കിൽ അബൌട്ട് ദ മെറ്റീരിയൽ വേൾഡ്, വി എക്സിബിറ്റ് ത്രൂ വേരിയസ് ഇൻസ്റ്റൻസസ് ഓഫ് അവർ തോട്ട്സ് ആൻഡ് ആക്ഷൻസ്, അല്ലേ? അപ്പൊ ഇതിലിപ്പോ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് നെറ്റ്വർക്ക് എടുത്താൽ നമ്മുടെ ഉള്ളില് we have several concepts that we know, അല്ലെ? പല കോൺസെപ്റ്റുകൾ നമുക്കുണ്ട്. ഇപ്പൊ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ നോ വാട്ട് ഈസ് ഭഗവത്ഗീത എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ധർമ്മം, അല്ലെങ്കിൽ കർമ്മം എന്താണ്, ഭക്തി എന്താണ്, ജ്ഞാനം എന്താണ്, അർജുനൻ ആരാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഓരോന്ന് ഒരു വെട്ടുക്കെട്ട് മാതിരി ഇങ്ങനെ പൊട്ടും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതിങ്ങനെ കണക്ട് ചെയ്ത് പല സംഗതികളെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇപ്പൊ നമ്മുടെ ഭഗവത്ഗീത എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വെറും ഭഗവത്ഗീത എന്നുള്ള വാക്കുകൾ മാത്രമാണ് ചിന്തിക്കുന്നത്, അല്ല. അപ്പോഴേക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെല്ലാമോ കയറി വരുന്നുണ്ട്, അല്ലേ? അതെന്തൊക്കെയാണ് വരുന്നത്? ഈ സ്പാഗറ്റി നൂഡിൽസ് മാതിരിയാണ്. നൂഡിൽസ് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ എല്ലാം കൂടി പൊന്തി മുകളിലേക്ക് വരാൻ തുടങ്ങും. അതേമാതിരി ഒരു ചിന്ത മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ ആ ചിന്ത അത് മനസ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ വിട്ടുക്കെട്ടായിട്ട് പൊട്ടി ഇങ്ങനെ പടപടാന്ന് പടർന്ന് പകിരി പിടിക്കണ മാതിരി പിടിക്കും. വെടിക്കെട്ടിന് നമ്മൾ കണ്ടിട്ടില്ലേ, പകിരി പൊട്ടുക എന്ന് പറയുന്നത്, പൊട്ടി ടക്ക് എന്ന് പറഞ്ഞിങ്ങനെ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ അതെങ്ങനെയാണ് നടക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ദ ഹോൾ മൈൻഡ് ആൻഡ് നോളജ് ഇന്റലക്ട് ഈസ് സ്ട്രക്ചേർഡ് ഇൻ ദാറ്റ് ഫാഷൻ. അതെങ്ങനെയാണ്? ഇറ്റ് ഈസ് ആക്ച്വലി എൻ ഇൻവെർട്ടഡ് ട്രീ. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്നുള്ളത്, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിവിടെ ആ ചുമന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന സംഗതികളൊക്കെ നമ്മുടെ ലീഫ് നോട്ട്സ് ആണ്. ദാറ്റ് ഈസ് ദ നോളജ് ദാറ്റ് വി എക്സ്പ്രസ് ഇൻ ദി ഔട്ട്സൈഡ് വേൾഡ്. ബട്ട് ഹൗ ഡു ദേ റിക്കർസീവ്ലി ഗോ അപ്പ് ടുവേർഡ്സ് ദ ഹയസ്റ്റ് ഗോൾ? ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട്. അപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹബ് എന്ന് പറയുന്ന എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ ഹബിന്റെ കോൺസെപ്റ്റിനെ എൻ്റെ മനസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതിന്റെ നോളജ് സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, തിങ്സ് ലൈക്ക് ബോൾ, ബൈക്ക്, കാർ, ബസ്, മൂവ്, നെയിം, ടൈം, ഗെറ്റ് എന്നൊക്കെ പറയുന്ന ചില നമ്മുടെ ആ ഇംഗ്ലീഷ് വാക്കുകളോ അല്ലെങ്കിൽ ചെറിയ കോൺസെപ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബൈക്ക് ഇസ് എ വെഹിക്കിൾ ഇസ് എ, അതുപോലെ പ്ലെയിൻ ഇസ് എ വെഹിക്കിൾ, എയർലൈനർ ഈസ് എയർലൈനർ, പ്ലെയിനിന്റെ പല പ്ലെയിൻസ് ഉള്ള എയർലൈൻ and there is a hub, airline hub. മനസ്സിലായി? അപ്പൊ ഒരു സ്ട്രീം ഓഫ് മൈ നോളജ് ഫ്രം ദ ബൈക്ക്, വെഹിക്കിൾസ്, കാർ, ബസ് എക്സെട്ര ആർ വെഹിക്കിൾസ്. പക്ഷെ അതിൽ പ്ലെയിൻ, എയർലൈൻ, ഹബ്. സിമിലർലി ബോൾ, റോളിംഗ്, വീൽ എന്ന് പറയുന്നത് എന്താ? സ്പോക്ക് വിത്ത് എ ഹബ്, എ സെൻട്രാലിറ്റി, ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് ഹബ് എന്ന് പറയുന്നത്. ദ വേ വി കണക്ട് അവർ, നമുക്കൊരു കാര്യം മനസ്സിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, വി നോ അബൌട്ട് ദ വീൽ ആൻഡ് ദ സ്പോക്സ് ആൻഡ് ദ ഹബ് ഇൻ ദ സെന്റർ. അപ്പൊ നമ്മൾ പറയണ എയർലൈൻ്റെ ഹബ്ബ് സിംഗപ്പൂരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഹബ്ബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആ കോൺസെപ്റ്റ് വരികയാണ്, ഹബ്ബ്, വീലിന്റെ ഹബ്ബ്. അപ്പൊ then we know, yes, okay, I understand what that hub of Singapore is airlinesന്റെ സിംഗപ്പൂർ എയറിന്റെ ഹബ്ബാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് I am trying to analogously think. And this is how our knowledge is connected. That is basically what, ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ, എന്നിട്ട് ഏറ്റവും അവസാനം ഈ നോളജ് ഓരോ കോൺസെപ്റ്റിന്റെയും നോളജ് എലമെന്റ്സ് അറ്റ് ദ റൂട്ട് ലെവലിൽ കിടക്കുകയാണ്, ലീഫ് ലെവലിൽ നോളജ് ആയിട്ട് കിടക്കുകയാണ്. അതാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതും. അത് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് മനസ്സിലായി. ഇത് എവിടെയെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക, എവിടെ കണക്ഷൻ ഇല്ലെങ്കിലോ അവിടെയാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ യൂത്തും ഒക്കെ നമ്മളെ ചില സംഗതികൾ ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫസ്സി ആയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക പുക പോലെയുള്ള നോളജ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഏതെങ്കിലും കണക്ഷൻസിൽ ബ്രേക്ക് വരുമ്പോഴാണ്. ദിസ് ഈസ് ഹൗ തിങ്സ് ഗോ അപ്പ്. അൾട്ടിമേറ്റ്ലി ഹയസ്റ്റ് ലെവലിലുള്ള സംഗതി നമുക്ക് മനസ്സിലാവണം. എന്നാൽ മാത്രമേ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സംഗതികളിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ തന്നെ വേണം. അത്
അപ്പൊ നോളജ് കോൺസെപ്റ്റ് ഈ പറയുന്ന ഊർജ്ജമൂലവതഹാശാകം അശ്വത്ഥം പ്രാഹുരഹിയം ചന്താംസി യസ്യ പർണാനി എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് വരുന്നത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, കുറച്ചും കൂടി എന്താ പറയുക നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, വി ഹാവ് നേഷൻ അറ്റ് ദ ടോപ്പ് ആൻഡ് പോളിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെറ്റ്സ് സേ. അപ്പൊ അതിലൊരു ബ്രാഞ്ച് ഞാൻ എടുക്കുകയാണ് താഴെ, പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പൊ നമ്മളിപ്പോൾ ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്. അപ്പൊ ഇനി ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് പാർട്ടീസ് LDF, CPI, JD, കേരള കോൺഗ്രസ്, മറ്റേ ഇന്ത്യൻ സകല പാർട്ടികൾ. പിന്നെ സെന്റർ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ലെഫ്റ്റ് സെന്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കേരള കോൺഗ്രസ്, ജേക്കബ്, അങ്ങനെ പല കുറെ IUML ഇവരൊക്കെ അതിൽ വിടും. പിന്നെ റൈറ്റ് പാർട്ടീസ് BJP, BJDS, JRS, അങ്ങനത്തെ പരിപാടി പാർട്ടീസ്. അതിൽ എക്സ്ട്രീം റൈറ്റ് ആയിട്ടുള്ള ABHM അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിനൊക്കെ അനുസരിച്ചിട്ട് പൊസിഷൻ ചെയ്തേക്കാണ്. ദിസ് ഈസ് ഹൗ തിങ്സ് ഗ്രോ ഡൗൺ ഇൻ ദ വാട്ട് നേഷൻ ബിൽഡിംഗ് ഈസ് ഗോയിങ് ഡൗൺ ഇൻ ടു ദീസ് ലെവൽസ്. ബട്ട് അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് ഹാപ്പനിങ്, ഈ പറയുന്ന സ്ട്രക്ചറിൽ ദർ ഈസ് ദിസ് നേഷൻ ബിൽഡിംഗ് ഒബ്ജക്റ്റീവ് അറ്റ് ദി ഹയർ ടോപ്പ് ആൻഡ് ദർ ഈസ് ദിസ് പാർട്ടി ബിൽഡിംഗ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ ബിൽഡിംഗ് ഒബ്ജക്റ്റീവ് അറ്റ് ദ ബോട്ടം. ഇറ്റ് ഈസ് എ ട്രീ, ഇൻവേർട്ടഡ് ട്രീ ആയിട്ട് കിടക്കുകയാണ്. സോ ബേസിക്കലി ഇത് അപ്പൊ എന്താ പറ്റുന്നത്, നമുക്ക് അതിന്റെ പല കളറുകളൊക്കെ വരും. അപ്പോൾ we become left wing ideologies, left of center ideologies and right wing ideologies. എന്നിട്ട് what is happening is നമ്മൾ ഇത് ഇനി മറ്റേ എന്താ പറയുക ഗുണങ്ങളുടെ അനുസരിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന LDF അവരുടെ ഇത് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്ലോറീസ് ആൻഡ് അതർ things and also there are idiosyncrasies അതിന്റെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ what is very happening is they get bound to this and they forget this higher polity, nation building, etc. sometimes. But we have to raise ourselves from these levels to to higher levels. Avada varumbalana stability varunathu. And anything you take, human beings, human created systems, human knowledge, everything is therefore ഈ പറയുന്ന വിധത്തിൽ നമ്മൾ ഇങ്ങനെ കെട്ടിപ്പണഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത്. That is another way, another illustration of the Urdha Moola Matahashagam and ultimately getting entangled in the leaves. Sensory objects എന്നൊക്കെ പറയുന്നത് ഇവിടെ ഓരോരുത്തരുടെ സെൽഫിഷ് ഇൻട്രസ്റ്റ് ഒക്കെ മാറും, ഓരോ ഐഡിയോളജീസിന്റെ. അപ്പൊ അവർക്ക് നാഷണൽ ബിൽഡിംഗ് പോളിസി ചിലപ്പോൾ പോവും, മറക്കും, എന്നിട്ട് ഇവര് ഇവിടെ കിടന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. സോ you can see this inverted tree happening in that place also. അപ്പൊ അങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. And therefore in the macrocosm or totality the universal self encapsulates all knowledge. അപ്പോൾ ഇവിടെ in totality nation building encapsulates the whole knowledge of the polity. And can we raise each one of these parties here, individuals here, leaders here, can they raise themselves to the level of that polity and the nation building? And then success is yours, perfection is yours. അതാണ് പെർഫെക്ഷൻ. അതിലേക്ക് പോകാനാണ് കൃഷ്ണൻ നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നത്. That evolution from parochial interests, selfish interests to the ultimate objective of the polity, to nation building. That is basically what. And then of course even beyond the nation building also we can go in terms of അപ്പോഴാണ് നമ്മൾ വേൾഡ് ഗ്ലോബൽ സിറ്റിസൺസ് ഒക്കെ ആയി മാറുന്നത്. In the absolute sense, it is existence, knowledge, consciousness, infinitude. That ബ്രഹ്മത്തിന്റെ representation ആണ് ആ ഹയസ്റ്റ് ഗോൾസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് ഈ ലോകത്തിൽ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അവിടേക്കൊക്കെ നമുക്ക് ഉയരുവാനായിട്ട് സാധിക്കും. സോ റിഫ്ലക്ട്. വാട്ട് ഈസ് ദ റിഫ്ലക്ഷൻ ദാറ്റ് യു ഷുഡ് ബ്രിങ് ഫോർത്ത് ഇൻ ടു ദിസ് ഈസ് യുവർ തോട്ട് പ്രോസസ്സസ്. നമ്മുടെ ചിന്തയാണ്, ചിന്താശക്തി, അതിൻ്റെ പ്രോസസ്. ആൻഡ് ദെർഫോർ അവർ ലൈഫ്സ്, നമ്മുടെ ജീവിതം ആർ ഫെഡ് ആൻഡ് നറിഷ്ഡ് ബൈ ഗുണാസ്. നമ്മളുടെ ഇഷ്ടം അനിഷ്ടങ്ങളും ഒക്കെ ഗുണങ്ങൾക്ക് അതീതം അല്ല, അതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ആ ഗുണങ്ങൾക്ക് അതീതമായിട്ട് നമ്മളെ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാവണം. The senses provide the sprouts of pleasure. ഈ സെൻസസ് understand that the senses are the ones that are giving you the sprouts of pleasure that attract the thoughts downward to selfishness and the convenience of the ego, etc. അതിലേക്ക് പോവാണ്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമുക്കിത് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ലിറ്റ്മസ് ടെസ്റ്റ് മാതിരി നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കും ഓരോന്ന് ചെയ്യുമ്പോഴും. This makes our thoughts limited to, അപ്പൊ ഇത് അല്ലെങ്കിൽ എന്താ പറ്റുക, those thoughts will make us limited to satisfying the pleasures of the ego and we forget the higher order value systems and goodness.
sustenance of life in this world is possible only when the values are brought higher and higher and higher. And therefore, all our actions will be reflecting that, which is devoid of aggrandizement and exploitation. അതാണ് ഈ ഇൻവേർട്ടഡ് ട്രീയുടെ സ്ട്രക്ചർ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കേണ്ടതും അത് നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എവിടെയാണ് എന്നുള്ളത് നമുക്ക് ശരിക്കും കൃത്യമായിട്ട് പറയാനും എന്നിട്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. I mean, this is actually a picture of that tree represented, which നമ്മൾ ഡാൻസ് ഡ്രാമ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു സീൻ. അത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ താഴെ തമസിൻ്റെയും രജസിൻ്റെയും നടുവിലേക്ക് സത്വഗുണത്തിൻ്റെയും ആ സത്വഗുണത്തിനൊക്കെ അതീതമായിട്ട് നിൽക്കുന്ന ബ്രഹ്മത്തിൻ്റെയും റെപ്രസെൻറ്റേഷനാണ് ആ ട്രീ നമ്മൾ അന്ന് ഡെപിക്റ്റ് ചെയ്ത ഡാൻസിൽ. നമ്മുടെ പലർക്കും ഇവിടെയുള്ളവർക്ക് ഇത് കാണാം. ചില നമ്മുടെ കുട്ടികൾ പലരും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ചെയ്തവർ. അപ്പോൾ അത് ദ ട്രീ ഓഫ് ലൈഫിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു അത്. ഇനി ഭാനുലക്ഷ്മി, you can chant the third sloka. നരൂപമസ്യേഹ തതോപലഭ്യത്തെ നാന്തോ ന ചാദിർന ച സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. Okay. So it is not easy. Okay, you can carry on. Sorry. Yeah, no, it's okay. Yeah, in this sloka, we can interpret that when our thoughts are controlled by the ego, our actions become increasingly selfish. But that is when we have to stop, pull ourselves back, and as Uncle mentioned earlier, use the acts of detachment to cut away the pleasure-seeking branches of the tree of life. Now, having subdued, one second, having subdued our selfish tendencies, we embark on our path to the state of perfection. Now, you'll find that on reaching this supreme state, there is no possibility for you to fall back into your old ways. Yeah. Okay, so that is the acts of detachment is what is required from our selfishness and ego. Adu cheyana. Appo adilekku kadakka. Adinu munpu now let us also now move forward and chant the fourth and fifth slokas. Rukmini, you can now take over. Adapadam tat parimargidavyam yasmin gatana nivartandi bhuya tameva chadyam purusham prabhadye yada pravritti prasuta purani nirmana mohajita sanga dosha adhyatma nitya vinivritta kama dvandver vimukta sugha dukkha samyer gacchanya mooda padam avyayam tat. Okay. I'll You give can. the Yeah, you can go on. This sloka, the fourth sloka, talks about the state of perfection that Bhanu had previously mentioned. We must always strive to reach this state, which Krishna guarantees upon experiencing we never come back. And so we must surrender to this state of the eternal, which is the basis of the entire manifested world. Now, how do we reach this state? We must act with determination and selflessness, and our actions must leave behind a legacy that reflects the true nature of the self, which is imperishability. So we must always seek this state, which Krishna time and time again keeps saying that upon experiencing we never return. The fifth sloka further elaborates on how we can reach the state of perfection. People who are devoid of pride and delusion, disassociated from bad company, and eternally wedded to the truth, and free from selfish desires, and are free from the extremities of our minds like happiness and sorrow, and have an equanimous mind and intellect, are able to reach this eternal state, or the state of perfection. These wise people are further characterized by their ability to overcome the evils of attachment, and they are constantly dwelling within the self.
And so they are free from all selfish desires, and they have an equanimous mind and intellect. Now, lust, greed, and anger are the three gates that lead to the downfall of us as individuals, and it prevents us from reaching this state of perfection. We can give up these three using the processes of reduction, refinement, and redirection. Reduction basically means you direct your focus in the right direction by developing a sense of duty, having the right attitudes, and being motivated by the supreme motivation. Refinement is the process of cleaning up your thoughts by being intrinsically motivated and to work for the joys of the self and not the pleasures of the BMI. Redirection is the process in which you reduce your unwanted thoughts by increasing the sattvic qualities, which tends to overshadow or reduce the tamasic and rajasic qualities within us. Okay. So basically, that is what it is. Even though it is actually difficult to perceive the nature of this inverted tree, each one of us, every one of us, because it is well developed and is entrenched in what is called as this, gunas. What is required is we need to cut away from this selfish attachments. Selfishness in we cut the color. That is basically what the weapon of detachment is required for that. And and how can you actually do that? You should strive to go towards that higher state, higher ideals. And through the process of shunning pride, delusions, etc., from selfish desires and dichotomies like happiness, pleasure, that's prevarication between these two extremes. Angana varumbo nammada state of mind and intellect will be in such a state that we'll easily reach that state of perfection. Adana ivida parnathu. Like in fact, now Rukmini was also talking about the supreme motivations. Adine pattiyittu parayunnundu. Adu രണ്ടാമത്തെ അധ്യായത്തിൽ elaborate ചെയ്തതാണ്. But just to go through that quickly, that concept of joy of the self is central to the understanding of self-analytics. Carrying out work with supreme motivations is karma yoga. എന്താണ് in the practical terms, joy of derived from loving your work that you must do. Doing a job very well and meticulously. അപ്പോൾ അത് ആ മെറ്റിക്കുലസും ക്ലീൻ ആൻഡ് ടു ദ പോയിന്റ് ലാസ്റ്റ് പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം എന്ന് പറയുന്നത് ഈ ആത്മതൃപ്തിയുടെ ഒരു റിഫ്ലക്ഷനാണ്. ജോയ് ഓഫ് ദ സെൻസ് ഓഫ് ഡ്യൂട്ടി, അതിനുവേണ്ടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. പ്രയോറിറ്റീസ് മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഒരു നന്നായിട്ടൊരു ജോലി തീർക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. സ്വന്തം എഫേർട്ടിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. നല്ല ഭംഗിയിലൊരു കാര്യം ചെയ്തു തീർക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. പുതിയ പുതിയ സംഗതികൾ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ, സ്വന്തമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഒരു പർട്ടിക്കുലർ സ്കില്ല് അല്ലെങ്കിൽ കാര്യം ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ചെയ്യുക, അപ്പോൾ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. നമ്മളെ തന്നെ നമ്മൾ ഇങ്ങനെ ഇന്നലത്തേക്കാൾ ഇന്ന് ബെറ്റർ ആയിട്ട് ചെയ്യുക കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ഇൻക്രിമെൻ്റലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഇതൊക്കെയാണ് നമ്മളുടെ മോട്ടിവേഷൻസ് ആവേണ്ടത്. അല്ലാണ്ട് റിസൾട്ട് എന്ന് പറയുന്ന വിധത്തിൽ നമ്മൾ കിട്ടേണ്ട നമുക്ക് എന്ത് കിട്ടും ഇതിൽ നിന്നുള്ളതല്ല. ഇത് ഈ പ്രോസസ്സാണ്. അതാണ് ആത്മതൃപ്തിയുടെ ഏറ്റവും പറയുന്ന ഉദാത്തമായിട്ടുള്ള സ്ഫുരണങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ജോയ്സ് ഓഫ് ദ സെൽഫ്, ആത്മാവിൻ്റെ ഉദാത്തമായിട്ടുള്ള സ്ഫുരണങ്ങൾ, അതാണിത് ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ പ്ലഷർ ആൻഡ് പെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആഗ്രഹങ്ങൾക്കും അതിൻ്റെ തൃഷ്ണകൾക്കുമൊക്കെ നമ്മൾ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അതാണ് നമ്മുടെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സെൽഫിനെ നമ്മൾ ശരീരമായിട്ടും മനസ്സായിട്ടും ബുദ്ധിയുമായിട്ട് കെട്ടിയിടുമ്പോൾ സംഘദോഷങ്ങളാണ് അതൊക്കെ. ഇതൊക്കെയാണ് സംഘദോഷങ്ങൾ ഉണ്ടാവും. എന്താണ് സംഘദോഷം? അതായത് the bad results that accrue because of the binding is lust, greed, arrogance and kind of things. അതാണ് പ്രൈഡ് ആൻഡ് ഡെലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ആ പ്രൈഡ് ആൻഡ് ഡെലൂഷനെ നമ്മൾ ഇല്ലാണ്ടാക്കണം. നിർമാനമോഹ മാനവും മോഹവും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജിതസംഘദോഷ, ഈ സംഘദോഷത്തിനെ ജയിച്ച്
Adhyatmanitya, permanently set in the self. Atmatattvatil, our joys of the self, motivated supremely by that. Dvandayir vimukta, അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് ദുഃഖം, ഹോപ്പ് ആൻഡ് ഡെസ്പയർ എന്ന് പറയുന്ന ജനന മരണങ്ങളാവുന്ന ആ ദുഃഖത്തിൽ നിന്ന് നമുക്ക് വേർപെട്ട് വരാനായിട്ടുള്ള ഒരു ഹയർ ഗോളിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഒരു ത്വര വരും. That is what is renunciation, and that actually helps you to detach yourself. And this is basically the solution that Krishna is talking about in this 15th chapter as a summary of the learnings of the Bhagavad-Gita. അത് ചെയ്യുന്നത് അതാണ് ഇവിടെ ചെയ്യുന്നത്. രുക്മിണി, അടുത്തത് 6th ശ്ലോകം. Am I audible? Yeah, sixth one. Yeah. Nadhat bhasayate suryo na shashango na pavaka yadgatvana nivartante tadhama paramam mama. This sloka literally would mean the sunlight light of intellectual knowledge, the moonlight light of mental fortitude, and the firelight light of physical valor cannot illumine this supreme state of the self, having reached which one never returns. Now, to further explain this supreme state of wisdom is beyond mere intellectual, mental, or physical capabilities. It goes on to show that the self is superior to the intellect, body, and mind. So just like the moon reflects the light of the sun and so is visible to us from earth, similarly, the self enlivens the body, mind, and intellect and allows us to act in this world. And so the self can be seen shining through us through our righteous, compassionate, and truthful actions. Yeah. Okay. So again, Krishna is using an analogy here. അതായത് നമ്മുടെ ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നത് is that kind of happiness, the bliss that is the result of such actions. That bliss is incomparable. It cannot be compared to the happiness that you will get by satisfying your intellect, or the happiness that you will get by satisfying your mind, or the pleasures that you get by satisfying the sensory apparatus, body. അപ്പോൾ ഇതിലൊന്നും കിട്ടാത്തതായിട്ടുള്ള സന്തോഷം. അപ്പോൾ സെൻസറി സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒരു ലെവലാണ്. അതിനേക്കാളും ബെറ്റർ ആയിരിക്കാം ഇമോഷണൽ ലെവലിൽ കിട്ടുന്ന സന്തോഷം. അതിനേക്കാളും ബെറ്റർ ആയിരിക്കാം ഇന്റലക്ച്വൽ ലെവലിൽ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം. പക്ഷേ ഓൾ ദീസ് ത്രീ ആർ ഇൻകമ്പയറബിൾ. ലൈക്ക് ദ സൺ, മൂൺ ആൻഡ് ദ ഫയർ എന്നുള്ള മൂന്ന് സംഗതിയാണ് പറയുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ മുമ്പിൽ ചന്ദ്രന്റെ പ്രകാശം ഒന്നുമല്ലാണ്ടാവുന്നു. അത് ഇതിൻ്റെയൊക്കെ മുമ്പിൽ തീയിൻ്റെ പ്രകാശം ഒന്നും അല്ലാണ്ടാവുന്നു. പക്ഷെ സൂര്യന്റെ തന്നെ പ്രകാശം ഒന്നുമല്ലാണ്ടാവുന്നു. അതാണ് ഈ പറയുന്ന സ്റ്റേറ്റ് എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് കൃഷ്ണ ഈസ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് കോൺഷ്യസ് അവയർനെസ് illuminating our intellect and the body, mind, and intellect. The mind and intellect gets energized, and ultimately the fire of the physical senses. ഇതിൻ്റെ മൂന്നിൻ്റെയും ഒക്കെ അതിനൊക്കെ അതീതമായിട്ടാണ് ഈ ആത്മാവിൻ്റെ സുഖം അല്ലെങ്കിൽ സന്തോഷം നമുക്ക് തരുന്നത് എന്ന് അവിടെ he is establishing the importance and the hierarchical level of the bliss, the infinitude bliss that we can get by actually shunning the egoistic aspirations of the intellect, the whims and fancies of the emotional mind, and our quest for the pleasures of the senses. അതിനേക്കാളൊക്കെ വലിയത് കിട്ടും നിങ്ങൾക്ക്. So why go after all this? That is what Krishna is talking about. So I mean, for example, ഇപ്പോൾ നമ്മളൊരു ടീം വർക്കിലേക്കൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ പല 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 സംഗതികൾ കാണാം. ബട്ട് ടീം വർക്ക് typically, the people think that it is a skill that allows you to be in a team. I mean, it allows you to be in the team. The tricks that are required to do your part, to do very well as much as possible on a project or a problem. അതാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. So your interest is your, no joint ownership, cooperation, അങ്ങനെയൊന്നും അല്ല. എല്ലാം നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങളായി ചെയ്തു കൊടുക്കും. അത്രേ ഉള്ളൂ. That's all. Your ideas, your expectations, your feelings, your likes and dislikes, your comforts and your conveniences, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ടീം വർക്കായിട്ട് നമ്മൾ കണക്കാക്കും. മിക്കവാറും
majority of the average people consider that way. അപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് ടീം വർക്ക് എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. The actual teamwork is defined as, something that is to be elevated to a higher level, is a complex series of skills that involve joint ownership of goal setting, group commitments, work activities, schedules, accomplishments. It also means providing being a positive contributor to the team, group's dynamics, helping everyone, feeling part of the team, dealing with conflict, and assisting others in solving problems. So ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ joint ownership, positive contribution, helping everyone, dealing with conflict, and assisting others. ഇതൊക്കെ കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് ദാറ്റ് ഹയർ ലെവൽ ആയിട്ടുള്ള ഗോൾ സെറ്റിംഗിലേക്ക് വരുന്നത്, ഹയർ ലെവൽ ടീം വർക്കിലേക്ക് വരുന്നത്. മറ്റത് വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ഡൗൺ ടു അവർ സെൻസസ്, നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് അതിലേക്ക് വരുന്നു. അത് പാടില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഓഫ് ഹൗ യു ക്യാൻ സർമൗണ്ട് ദ Dridena Chitwa and then go after that and be in that state where it is much more beyond your personal interests and egos, etc. എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലേക്ക് ടീം വർക്കിനെ എങ്ങനെ നമുക്ക് ഉയർത്തിയെടുക്കുക എന്ന് പറയുന്നതാണത്. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്നുള്ള നിലയിൽ കാണിച്ചു മാത്രം. ഓക്കെ, രുക്മിണി 7th ശ്ലോകം. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. This sloka talks about how the self is the driving energy which enlivens our body, mind, and intellect. And so it enables us to act in the world. Now, the three components of nature, or the three gunas, sattva, rajas, and tamas, determines the quality of our mind. For example, a tamasic mind would produce tamasic actions. But it is important for us to remember that the self merely enables us to act. How we act is a reflection of the composition of the three gunas within us. Yeah. And Gaurav, now we can chant the 8th sloka. Namaste. Namaste. Shariram yadavapnoti yachapyutkramati grihitvaitani samyati vayurganthani vashaya. Okay, we can explain. This sloka talks about the air carries the fragrance of the flower through which it passes. Similarly, the Atman leaves the body, reflecting as our thoughts and our actions. Okay. So basically it is all about, the self, getting entrenched in the body, mind, and intellect, and then takes ownership of the intellect, mind, and the body is functioning. And then the mind takes over, intellect takes over, body takes over, binds it, and then with that control of the senses, mind, and intellect, therefore it exists in nature, enjoying all the things as the jiva, experiencing, doing, etc. And as much as the self appropriates the mind, etc., അതെങ്ങനെയാണ് എന്നിട്ട് പുറത്തേക്ക് വരുമ്പോഴെന്താ എന്താ ചെയ്യുക? സെൽഫ് എങ്ങനെ പുറത്തേക്ക് വരുന്നത്? ആസ് ആർ actions in the outside world. That is how the self always comes out. And then what happens? It takes with it that aroma of that gunas, ഗുണങ്ങളുടെ വാസനകളെയും എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. Anger means angry. അങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. The power of the self, which is the motive power, comes through our body, mind, intellect apparatus as acts of emotions and intellect. But this act of emotion and intellect എങ്ങനെയാണ് വർത്തിക്കുന്നത്? It is all because of supported by the power of the self only. So the power of self get engulfed in this acts of emotion. നമ്മൾ പവർ സെൽഫിനെ കാണുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ പറയുന്ന നമ്മളുടെ വിഭ്രാന്തികളെയാണ് പുറമേ കാണുന്നത്. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ്. അത് നമുക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ, ആ മനസ്സിനെ ക്ലീൻ ചെയ്ത് സത്വഗുണ പ്രധാനമാക്കി ആത്മതത്വം, ജോയ്സ് ഓഫ് ദ സെൽഫ്, ആത്മ സന്തോഷങ്ങളെ പുറത്തേക്ക് എടുക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവരുന്നു കഴിഞ്ഞാലോ completely different picture. So it is this, that is basically what happens. It is like this, the air that goes through a flower brings out the scented air of the
ഫ്ലവറിന്റെ സ്മെല്ലിനെ പുറത്തേക്ക് എടുത്ത് ഏത് പ്രകാരം വരുന്നുവോ അങ്ങനെയാണ് ആത്മതത്വം നമ്മുടെ ഉള്ളിൽ കൂടെ പ്രകാശിച്ച്, ബോഡി മൈൻഡിന്റെ ഇന്റലക്റ്റിൽ കൂടെ പ്രകാശിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ, ചിന്തകളായിട്ട് പുറത്തേക്ക് വരുമ്പോൾ, ആക്ഷൻസ് ആയിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നത് എന്നാണ് അവിടെ പറഞ്ഞു തന്നത്. സോ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദാറ്റ് ഈസ് ഓൾ ബിക്കോസ് ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻ. ദ സെൽഫ്, ദ എനർജി, ദ പ്യുവർ എനർജി ആസ് ദ സെൽഫ് becomes the physical energy through the intellect and mind, and which is conditioned by knowledge, ignorance and passion, brings out, a self becomes the ideas and emotions from within you, first inside, ullilana, and then through the physical motor control and through the action, karmendriyangalilode it becomes actions. So, and when it becomes actions, these ideas and emotions are now filtered, or that scent of that body comes in, skills and weaknesses and strengths comes in into our actions. Appa manasinte buddhiyude fragrance, knowledge, ignorance and passion, adu then skills, weaknesses or strengths, bodyude manangal idum kude porthekku eduthittaan actions aayittu varunnu. Self-inde shakti aayittu porthekku varunilla, adine moodi നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ച് മൂടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ ദ പവർ ഓഫ് ദ സെൽഫ്, അപ്പോൾ ഇവിടെ ഇന്റലക്ട് ആൻഡ് മൈൻഡ് ഇസ് ഡിസിപ്ലിൻഡ്, ഡിവോഷൻഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റിംഗ് ആണെങ്കിൽ, ഫെയ്ത്ത്, ഡെഡിക്കേഷൻ, ഫോക്കസ്, സെൻസ് കൺട്രോൾ, ഇക്വാനിമിറ്റി ആൻഡ് സെൽഫ്ലെസ്നെസ് ആയി മാറുന്നു ഇന്റലക്ട് ആൻഡ് മൈൻഡിൽ. അപ്പൊ സെൽഫ് എന്ന് പറയുന്ന ആ എനർജി, ഇൻഫിനിറ്റ് എനർജി, ബിക്കംസ് ഫെയ്ത്ത്, ഡെഡിക്കേഷൻ, ഫോക്കസ്, സെൻസ് കൺട്രോൾ, ഇക്വാനിമിറ്റി ആൻഡ് സെൽഫ്ലെസ്നെസ്. And then that practiced through practice, knowledge, reflection and application energizes our motor controls and the body, therefore with the skill, weakness or whatever skills പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. The dexterity of skills കർമ്മയോഗത്തിൽ പറയുന്നുണ്ട്. And it finally unleashes productivity, creativity and enrichment. That is what is happening. അപ്പൊ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ കൂടെ കടന്ന് പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി ആൻഡ് എൻറിച്ച്മെന്റ് ആയിട്ട് മാറണം. അതാണ് നമുക്ക് ഈ പറയുന്ന പ്രോസസ്സിലൂടെ ബൈ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, ഏത് ഗുണങ്ങളെ അടിമപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള സെൻസസിനെയും മനസ്സിനെയും ബുദ്ധിയെയും അസംഗശസ്ത്രേന, ഈ പറയുന്ന മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തിനെയും നമുക്ക് സംഘദോഷങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ച് ആ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സജ്ഞ എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ കൂടെ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഉത്തേജനമാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ആത്മതത്വത്തിന്റെ പെർഫെക്ഷനായി മാറുന്നു. അതാണ് നമ്മൾ ആത്മാവുമായിട്ടുള്ള ഏകോപനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതാണ് പുരുഷോത്തമ യോഗം എന്ന് പറയുന്നത്. അപ്പോ ദ പവർ ഓഫ് ദ സെൽഫ് ഇസ് ജസ്റ്റ് ദ മോട്ടീവ് പവർ എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. ആൻഡ് വെൻ ദിസ് എൻലിവൻസ് ദ മൈൻഡ്, ഇറ്റ് റിലീസസ് ദി എനർജി ഓഫ് ദ മൈൻഡ് ആൻഡ് ഇന്റലക്ട്, ആൻഡ് ദാറ്റ് ആസ് തോട്ട്സ്, ആൻഡ് ദെൻ the power of the thoughts are transformed into physical actions. ഈ പ്രോസസ്സ് നമുക്ക് ശരിക്കും നമ്മൾ ദിവസവും ചിന്തിക്കുക, പ്രവർത്തിക്കുമ്പോൾ. അപ്പൊ എന്ത് തെറ്റ് ചെയ്യാൻ പോകുമ്പോഴും, എന്ത് വിധത്തിൽ തെറ്റായ നെഗറ്റീവായിട്ടുള്ള വിധത്തിലോ അല്ലെങ്കിൽ വളരെ ആവറേജ് ലെവലിലോ പെർഫോമൻസ് ചെയ്യാൻ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നോ ദിസ് ഇസ് നോട്ട് ദ വേ, ഐ ഹാവ് ടാപ്പ് ഇറ്റ് ബെറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ പെർഫെക്ഷനിലേക്ക് ഉയരുവാനായിട്ടുള്ള നമ്മുടെ ഒരു മനസ്സിന്റെ സ്ഥിതി, അതാണ് ഭഗവത്ഗീത നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. If we channelize this infinite powers of the self through willpower, self-effort, in driving the productive energies from within us to nourish our experiences, our memory and experiences, and the value systems that we have stored inside our memories, and the knowledge that we have structured in that hierarchical fashion, whatever it is, and apply this in our life without likes and dislikes, ഇഷ്ടാനിഷ്ടങ്ങൾ അടിമപ്പെട്ടു പോവാണ്ട്, it becomes a sure recipe for self-actualizing our capabilities, skill sets and utility value to the outside world. അതാണ് ഗീതയുടെ തത്വം. ഗീതയുടെ നമുക്ക് ഗീത പറഞ്ഞു തരുന്ന മഹത്തായിട്ടുള്ള നോളജ് എന്ന് പറയുന്നതാണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. നമ്മളിങ്ങനെയാണ്, ദിസ് ഈസ് ഹൗ വി ആക്ച്വലി എക്സിസ്റ്റ് ഇൻ ദിസ് വേൾഡ്. നമ്മളെന്ന് പറയുന്നത് ആ പുറമെ മിന്നുന്ന ഐയാണ്, ദ ഇൻഫിനിറ്റ്യൂഡ്. നമ്മുടെ ഫിസിക്കൽ ബോഡി ഈസ് ഓൺലി എ സെന്റർ. എന്നിട്ട് ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സെൽഫ് പൾസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിലും പുറത്തുമൊക്കെ. അത് ഞാൻ തന്നെയാണ്. അത് പൾസ് ചെയ്ത് എൻ്റെ സെൻട്രൽ ഡോട്ട് എന്താണ്? എൻ്റെ ഫിസിക്കൽ BMI. അതിൽ എൻ്റെ ചിന്തകളായി മാറുന്നു. ആ ആത്മം, ബ്രഹ്മം എൻ്റെ ഉള്ളിലത്തെ ചിന്തകളായി മാറുന്നു. ആ ചിന്തകളെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങളായിട്ട് ഭവിക്കുന്നു. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇത് നമുക്കൊന്ന് അനന്യാശ്ചിന്തയന്തോ മാമേ ജനാഹ പര്യുപാസതേ, ഇത് നമുക്ക് ഒന്ന് ഇങ്ങനെ ചിന്തിക്കുക ദിവസം എണീറ്റ്. ഇങ്ങനെ ഇതാണ് ഞാൻ. ഐസ് കണ്ടില്ലേ? ഐ കണ്ടില്ലേ?
That is me, the full I, everywhere I am there. But it is expressing through a physical center, the BMI, pulsating, making our thoughts dynamic, and that dynamic thoughts now energizing our motor control centers, karmendriyas, and acting in this world. This അതിൽ ഈ തോട്ട്സ് ഉണ്ടാകുമ്പോൾ സത്വരജസ്തമോ ഗുണങ്ങൾ ഇങ്ങനെ ഒച്ചു പിടിക്കുന്ന മാലി വരും. അപ്പൊ നമ്മൾ അതിനെ മാറ്റി ആവശ്യമുള്ളതിനെ മാത്രം എടുത്ത് ആ ബ്രഹ്മതത്വത്തിലെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സക്സസ്. സോ ബേസിക്കലി ഇറ്റ് ഈസ് അബൌട്ട് 4ാമത്തെ അധ്യായത്തിൽ ജ്ഞാനകർമ്മ സന്യാസത്തിൽ പറയുന്നുണ്ട്, വെൻ വി ഫുള്ളി കോംപ്രിഹെൻഡ് ദ പ്രസൻസ് ഓഫ് ദ സെൽഫ് ആസ് ദ ഓൾ പവറിംഗ് ഫോഴ്സ് വിത്തിൻ അസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഉള്ളിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ പ്രപഞ്ച സത്യം ശക്തി, അതാണ് ഞാൻ. അത് എൻ്റെ ഉള്ളില് ഇപ്പോഴും എൻ്റെ ഈ ഫിസിക്കൽ സെന്ററിൽ കൂടെ മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് becoming everything. By becoming my everything, we stand to gain the confidence of our own potentials. This knowledge should help us build self-esteem, to face the challenges of this world with confidence and build the faith that nothing is impossible. If at all we lack something, it is just because we are not channelizing our energies with power and self-effort. നമ്മൾ ചെയ്യുന്നില്ല, വിൽ പവറും സെൽഫ് എഫർട്ടും കൊണ്ടുവരാത്തതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദിസ് ഈവൻ എ പോർഷൻ ഓഫ് ദ സെൽഫ്, അങ്ങനെ കൊണ്ടുവരുന്ന ആ സെൽഫ് ക്യാൻ സ്റ്റാർട്ട് മേക്കിംഗ് ചേഞ്ചസ്. അങ്ങനെ നമ്മൾ സെൽഫ് പവറിൽ നമ്മളെ കൊണ്ടുവരുന്ന നമ്മളുടെ ആ സെൽഫ് എഫേർട്ടില്ലേ, അതൊരു ചെറിയ ആ സെൽഫിനെ നമ്മളാവുന്ന ആത്മതത്വത്തിനെ നമ്മൾ മിൽക്ക് ചെയ്തെടുക്കുകയാണ്. എൻ്റെ ഫിസിക്കൽ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് മിൽക്ക് ചെയ്തെടുക്കുന്ന ചെറിയ ആ എനർജി, കുറച്ച് കിട്ടുന്ന പാല്, അതുപോലും ആക്ച്വലി യു ക്യാൻ ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു ടു ചേഞ്ച് യുവർ സെൽഫ് എവറി ഡേ ആൻഡ് കീപ് ഓൺ ഇൻക്രീസിങ് യുവർ ഇൻഫിനിറ്റ്യൂഡ്. ചെറിയ ഇങ്ങനെ പഴന്ന മൈൻഡും ഇന്റലക്റ്റും കറന്നെടുക്കുന്ന ആ ആത്മതത്വം, നമ്മളാവുന്ന ആത്മതത്വം, അത് എൻ്റെ ബോഡി മൈൻഡിൻ്റെ ഉള്ളിൽ കൂടെ പ്രകാശിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. സോ ഗൗരവ്, 9th and 10th. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാൻവിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷാ. In Shloka 9, the self enjoys or perceives the world through the 5 sense organs and the mind. The 10th Shloka talks about those who are blinded by ego or negative tendencies do not see the self dwelling inside the body. They enjoy the world through the sense organs by associating with the gunas. The one with the eye of knowledge can see the self is separate from all of this. Okay. So, it is, this self, when it enters the body, mind and intellect, it loads of our senses of hearing, sight, touch, taste, smell, shabda, sparsha, rasa, roopa, gandhadigal. ആ സെൻസസിനെ എനർജൈസ് ചെയ്തിട്ട് പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കുക ആയിട്ട് മാറുന്ന ജീവനായി മാറുന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിലോ അതിലിരിക്കുമ്പോഴോ നമ്മളുടെ മനസ്സിന് ഒരു ബോധം ഉണ്ടാക്കി തരുന്നില്ല. അതായത് ആത്മാവാണ് എന്നെ പ്രകാശിപ്പിക്കുന്നത്, ആത്മാവാണ് എന്നിലൂടെ പുറത്തേക്ക് വരാൻ കർമ്മേന്ദ്രിയങ്ങളിലൂടെ വരുന്നത് എന്നുള്ള ബോധം എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുമ്പോഴും എനിക്ക് ആ ബോധം ഉണ്ടാക്കി തരുന്നില്ല. അവിടെയാണ് തെറ്റുപറ്റുന്നത്. ബിക്കോസ് ഓഫ് ദ ഗുണാസ്, സത്വരജസ്തമോ ഗുണങ്ങളിൽ ബന്ധനസ്ഥനായി കിടക്കുന്ന ആ ശക്തി, അതുകൊണ്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ജ്ഞാനചക്ഷുഷുള്ളവർ ഇത് മനസ്സിലാക്കി റിഫ്ലക്റ്റ് ചെയ്ത് ചിന്തനം ചെയ്ത് ഹൃദയസ്ഥമാക്കിയിട്ടുള്ള
ആളുകൾ ഇത് കാണും. എന്താ കാണുന്നത്? That the infinitude is shining through me, but I am getting limited. That's all. So I can change that limitedness എന്നുള്ള ബോധം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ആ ധൈര്യം എനിക്കുണ്ടാവുന്നു. എന്നിട്ട് നമ്മൾ വി എക്സിസ്റ്റ് വിത്തൗട്ട് ഡെലൂഷൻ. നമ്മുടെ ബുദ്ധിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ ആ ചിന്തനത്തിലൂടെ, ഇതല്ല നീ, ഇതല്ല നീ, ഇതല്ല നീ, ആത്മാവാണ് ഞാൻ, ആത്മാവാണ് ഞാൻ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധം എൻ്റെ മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, കോൺസ്റ്റന്റ് ഇൻറ്റ്യൂഷനോട് കൂടിയിട്ട് പറഞ്ഞു തരുന്ന വിധത്തിലുള്ള ഒരു മനനം പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതത്തിൽ ഈ പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് വാട്ട് വി ഷുഡ് therefore be looking at the infinitude. ഈ ഇൻഫിനിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് ഐ ക്യാൻ ഹിയർ ഇൻഫിനിറ്റ്. എൻ്റെ ചെവി എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ ലോകത്തിൻ്റെ മുഴുവനും ശബ്ദം, ബ്രഹ്മത്തിൻ്റെ ശബ്ദം, ഓങ്കാരം എനിക്ക് കേൾക്കാൻ സാധിക്കും. എനിക്ക് ഈ പ്രപഞ്ചം മുഴുവനുമല്ല, അതിന് അപ്പുറത്തേക്കും കാണാനായിട്ടുള്ള വിഷൻ എനിക്കുണ്ട്, ശക്തി ഉണ്ട്. ശരിക്കും ബ്രഹ്മമാണ് ഞാൻ. എനിക്ക് സകലത്തിനും സ്പർശിക്കാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ട്. സകല ടേസ്റ്റുകളും അനുഭവിക്കാനായിട്ടുള്ള ശക്തി എനിക്കുണ്ട്. സകല വിധത്തിലുള്ള മണങ്ങളും എനിക്ക്, ഗന്ധങ്ങളും അനുഭവിക്കുവാനായിട്ടുള്ള ഘ്രാണശക്തി എനിക്കുണ്ട്. അങ്ങനെ ആ ശബ്ദസ്പർശ രസ രൂപഗന്ധാദികൾ എനിക്ക് സകല വിധത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും അതിനും പുറമേയുമുള്ളതായിട്ടുള്ള എല്ലാത്തിനെയും എനിക്ക് അനുഭവിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതിനുള്ള ശക്തി എന്നിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. എവരിവെയർ ഇറ്റ് ഈസ് ദർ. ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ഐ എം ടാപ്പിംഗ് ദാറ്റ് ത്രൂ എ ഫിസിക്കൽ ഡിവൈസ് വിച്ച് ഈസ് ലിമിറ്റഡ്. അപ്പോൾ അത് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനം ഞാൻ ടാപ്പ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ഐ ഗെറ്റ് ലിമിറ്റഡ് ഹിയറിംഗ്, ലിമിറ്റഡ് സൈറ്റ്, ലിമിറ്റഡ് ടച്ച് ആൻഡ് ലിമിറ്റഡ് ടേസ്റ്റ് ആൻഡ് ലിമിറ്റഡ് സ്മെൽ ആയി മാറുന്നു. കാരണം എൻ്റെ ഡിവൈസിൻ്റെ ലിമിറ്റേഷൻസ് ആയി മാറുന്നു. അത് എൻ്റെ കണ്ണുകൾ, എനിക്ക് സകലതും കാണാനായിട്ടുള്ള കഴിവുണ്ട്. പക്ഷെ എൻ്റെ കണ്ണിന് ഫോക്കസ് ചെയ്യുന്ന സാധനങ്ങൾ, അതിൻ്റെ ആ ഒരു പെരിഫറൽ വിഷൻ, എൻ്റെ ഉള്ളിലുള്ള സംഗതികളെ മാറ്റി കാണാൻ മാത്രമുള്ള കഴിവേ എൻ്റെ കണ്ണിനുള്ളൂ, ഫിസിക്കൽ ഡിവൈസിനുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് മുഴുവൻ കാണാൻ സാധിക്കാത്തത്. സ്മെല്ല് എന്ന് പറയുമ്പോൾ എൻ്റെ മൂക്കിലൂടെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന ശക്തികൾ മാത്രമേ എൻ്റെ പവർ ഓഫ് സെൻസസിനുള്ളൂ. ചെവി എൻ്റെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ, പർട്ടിക്കുലർ ഫ്രീക്വൻസി ബാൻഡിൻ്റെ ഉള്ളിലുള്ള ശബ്ദങ്ങൾ, പർട്ടിക്കുലർ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലുള്ള സംഗതികൾ മാത്രം കേൾക്കാനായിട്ടുള്ള ശക്തിയായി മാറുന്നു. കാരണം എൻ്റെ ചെവിയുടെ ഗുണം അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് പ്രപഞ്ചം മുഴുവനും അനുഭവിക്കാനായിട്ടുള്ള ശക്തിയുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഇൻഫിനിറ്റ് ആയിട്ടുള്ള പവേഴ്സ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അത് ഡിവൈസിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ ആ ഡിവൈസസിൻ്റെ ലിമിറ്റേഷൻസ് കാരണം ഞാൻ ലിമിറ്റഡായി ഭവിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ് ഇനി അടുത്ത ആഴ്ച നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. That we will do in the next week. But before that, I would like all of us to listen to a music, a bhajan for some time, and then the Purna mantra, and then we can discuss. कृष्ण विठला वेणुगोपाल कृष्ण विठला गोविंद कृष्ण विठला वेणुगोपाल कृष्ण विठला. I would request all of you to eat and connect with that infinitude. गोविंद कृष्ण विठला वेणुगोपाल कृष्ण विठला गोविंद कृष्ण विठला वेणुगोपाल कृष्ण विठला पांडुरंग विठला जय पंढरीनाथ विठला पांडुरंग विठला जय पंढरीनाथ विठला पांडुरंग
विठला वेणुगोपाल कृष्ण विठला गोविंद कृष्ण विठला वेणुगोपाल कृष्ण विठला पांडुरंग विठला जय पंढरीनाथ विठला पांडुरंग विठला जय पंढरीनाथ विठला गोविंद विठला गोपाल विठला गोविंद विठला गोपाल विठला पांडुरंग विठला पंढरीनाथ विठला पांडुरंग विठला पंढरीनाथ विठला विठ्ठल विठ्ठल पांडुरंग 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 गोविंद कृष्ण विठला वेणुगोपाल कृष्ण विठला पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ലെറ്റ് us all give a big hand to Bhanulakshmi, Rukmini and Gaurav for, well done, all three of you. And I'm sure all of you would definitely, appreciate the kind of, training and knowledge that they have actually acquired, and then, I'm sure they will reflect that in their future lives. Many, many years from now, it will bear fruits. All the best to the three of you, Bhanu, Rukmini, and Gaurav. Thank you, Uncle. Okay. Thank Okay. you. So we'll continue with the chapter 15. The rest of the 10 slokas in the next class. If you have anything to discuss, we can discuss now. Very well done, all the children. സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ ഗുണം എല്ലാ മൂന്ന് കുട്ടികളും കാണാനുണ്ട്. നന്നായിട്ട് ചെയ്തു. എനിക്കറിയാം, ഇപ്പൊ മോള് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ഓരോ സ്റ്റാൻസ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇറ്റ്സ് നോട്ട് ഈസി. അത് അവരുടെ നോളജ് അത് കാണിക്കുന്നുണ്ട് സാറ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ. Well done, കുട്ടികളെ.